ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു IAS ഫാക്ടേഴ്സ് ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിസ്. നമ്മളിന്ന് 3 ഡിസംബറിലെ വാർത്തയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ സെക്കൻഡ് നമ്മൾ തീർത്തു, തേർഡ് എടുത്തു, ഇനി ഫോർത്ത് ആണ് പെൻഡിങ് ഉള്ളത്. സോ അത് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ലെറ്റ് സ്റ്റാർട്ട് ഓഫ് ടുഡേയ്സ് ന്യൂസ് പേപ്പർ. ഞാൻ ഡൽഹി എഡിഷനാണ് യൂസ് ചെയ്യുന്നത്. ആസ് യു നോ, ഡൽഹി എഡിഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദി ഇമ്പോർട്ടൻറ്റ് കോണ്ടന്റ് ഓഫ് ദ ഡേ. ഫസ്റ്റ് വൺ സ്റ്റാർട്ടിങ് റൈറ്റ് ഫ്രം ദ പാർലമെന്റ്. ഇത് പാർലമെന്റിൽ ഓൾറെഡി ഒരു ചർച്ച നടക്കുന്നുണ്ട്. ലോക്ക് ജാം എൻഡ്സ് പാർലമെന്റ് ടു ഡിബേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണേണ്ട. ഈ ഓൾറെഡി പാർലമെന്റിൽ ഒരുപാട് ഇഷ്യൂസ് നടക്കുന്നുണ്ട്. കാരണം ഒരുപാട് ഡിബേറ്റ് ചെയ്തിട്ട് എപ്പോഴും ഇങ്ങനെയാണല്ലോ, പാർലമെന്റിൽ ഡിബേറ്റ് ചെയ്യാൻ ഇഷ്ടംപോലെ സമയമുണ്ട്. സോ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ യു ഷുഡ് ഓൾസോ നോ വാട്ട് യു മീൻ ബൈ 0 hour പാർലമെന്റ് ടു ഡിബേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ. പാർലമെന്റ് ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത് മണിപ്പൂർ ഇഷ്യൂ ഏറ്റവും നന്നായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ അദാനിയുടെ ഇഷ്യൂ, ഇതെല്ലാം പാർലമെന്റിൽ ഭയങ്കര ഡിസ്കഷനാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വൈസ് പ്രസിഡന്റും ബാക്കിയുള്ള മോഡി ഉൾപ്പെടെ പറഞ്ഞിരുന്നു, പാർലമെന്റിൽ ഇങ്ങനെ പ്രശ്നമുണ്ടാക്കി ഡിസ്കഷൻസ് സ്റ്റോൾ ചെയ്ത് ഇറങ്ങിപ്പോകുന്നത് ഡെമോക്രാറ്റിക് പ്രോസസ്സിന് ശരിയായിട്ടുള്ള രീതിയല്ല. സോ ദാറ്റ് ഈസ് നോട്ട് സംതിങ് ദാറ്റ് യൂഷ്വലി ഷുഡ് ടേക്ക് പ്ലേസ് ഇൻ എ ഡെമോക്രാറ്റിക് കൺട്രി ലൈക്ക് ഇന്ത്യ. സോ പാർലമെന്ററി ഡിബേറ്റ് ഹാപ്പൻ ചെയ്യണം എന്ന് പറയുന്നൊരു ഇതാണ്. സോ അതിൽ പ്രധാനപ്പെട്ട കാര്യം പരീക്ഷയ്ക്ക് നമുക്ക് ചോദിക്കാവുന്നതാണ്. ദേ ക്യാൻ ആസ്ക് യു അബൌട്ട് വാട്ട് ഈസ് 0 hour. 0 hour എന്താണെന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എം പിമാർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇതും കൂടാണ് 0 hour എന്ന് പറയുന്നത്. സോ അന്നത്തെ അജണ്ടയിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് പോളിറ്റിയിലേക്ക് തിരിച്ചു പോകുമ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റി ഉണ്ടാവണം. വാട്ട് ഈസ് 0 hour, എന്താണ്, എന്തൊക്കെ ഡിസ്കസ് ചെയ്യാം. ചോദ്യം, 0 hour കോൺസ്റ്റിറ്റ്യൂഷനിൽ റെഫറൻസ് ഉണ്ടോ, 0 hourന് കോൺസ്റ്റിറ്റ്യൂഷനിൽ റെഫറൻസ് ഉണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയധികം ക്ലാരിറ്റിയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതിൽ എന്ത് അദാനിയെക്കുറിച്ചാണോ അങ്ങനത്തെ കാര്യങ്ങളല്ല ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ്. എനിക്കിതിൽ 0 hour ആയിട്ടാണ് തോന്നിയത്. സോ ഗോ ബാക്ക്, ലേൺ 0 hour എന്താണ്, അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും പോളിറ്റിയിൽ പഠിക്കാം. എനിക്കതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയത്. പിന്നെ പരസ്യവും ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ഫുൾ പരസ്യമാണ് ഇതിനകത്ത്. ബാക്കി പരസ്യങ്ങളും ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യവും മാറ്റി വെച്ച് കഴിഞ്ഞാൽ ലെറ്റ്സ് ടേക്ക് ദി ഇമ്പോർട്ടൻറ്റ്. ഇന്ന് മൊത്തം പരസ്യമാണ്, ഫുൾ IAS അക്കാഡമിയുടെയും കാറിൻ്റെയും ഇതൊക്കെയാണ്. ഡൽഹി എഡിഷൻ ആയതുകൊണ്ട് തന്നെ അവിടെ ഏകദേശം നിങ്ങൾക്ക് തന്നെ അറിയാം, ഏകദേശം 350 അക്കാഡമികളുള്ളതുകൊണ്ട് എല്ലാവരുടെയും പരസ്യം ഹിന്ദുവിൽ ഫ്രണ്ട് പേജിൽ ലോഡഡ് ആയി വരും. നമുക്ക് ആവശ്യമുള്ള സ്റ്റേറ്റ് പേജസ് എടുക്കാം. 1984 റയറ്റ്സ് കേസ്, കോർട്ട് ടു ഹിയർ കേസ് അഗെയിൻസ്റ്റ് ടിറ്റ്ലർ, ജഗദീഷ് ടൈറ്റ്ലർ. സോ ഇത് വേറൊന്നുമല്ല, 1984 കേസാണ്. ജസ്റ്റ് ഇമാജിൻ the 1984 anti-Sikh riots case against Congress leader Jagadish Titler. Special CBI judge hearing being informed. അപ്പോൾ ഇത് ആലോചിക്കുക, 1984 നടന്ന കേസാണ്. യു നോ ദാറ്റ് 1984 എവറിബഡി നോസ് അബൌട്ട് ഹൗ ഇന്ദിരാഗാന്ധിയുടെ കാര്യം, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറും അതിനുശേഷം സിഖ് വിഭാഗത്തിലുള്ള ആൾക്കാർ തന്നെ ഇന്ദിരാഗാന്ധി വാസ് അസാസിനേറ്റഡ് ആഫ്റ്റർ ദാറ്റ്. അതിനുശേഷം ഡൽഹിയിലും മറ്റ് സ്ഥലത്തും നടന്ന റയറ്റ്സ് ഭയങ്കര ഹ്യൂജ് ആയിരുന്നു. അതിപ്പോഴും ആൾക്കാർ, ഇപ്പോഴല്ല ഇൻ സെൻസ് നമ്മുടെ ഇന്നത്തെ ജനറേഷൻ മാത്രമല്ല, പഴയ 80s സമയത്ത് ജീവിച്ചിരുന്ന പഞ്ചാബി ആൾക്കാർ ഡൽഹിയിലൊക്കെ പറയുന്നുണ്ട്, സിഖുകാരെ നോക്കി ഓരോരുത്തരെ തെരഞ്ഞെടുത്ത് ദേ വർ ചോസൻ, സ്പോട്ടഡ് ആൻഡ് കിൽഡ്. അപ്പം അത്രയും വൈരാഗ്യം സിഖുകാരോടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അന്നത്തെ ഫേമസ് കോൺഗ്രസ് നേതാവായിരുന്ന കോൺഗ്രസ് ലീഡർ ജഗദീഷ് ടൈറ്റ്ലർക്കെതിരെയാണ് ജഗദീഷ് ടൈറ്റ്ലർ ഈ സിഖ് കലാപത്തിൽ അതിൽ സിഖുകാരെ അസാസിനേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സിഖുകാരെ കൊല്ലണം എന്ന് പറയുന്ന ആ ഒരു ഡിസിഷൻ എടുത്തതിൽ, ആ കോൺസ്പിരസിയിൽ പ്രധാന പങ്ക് വഹിച്ച ഒരാളാണെന്നാണ് കേസ്. ആ കേസ് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും ചർച്ചയ്ക്ക് വരുന്നുണ്ടെന്നുള്ളതാണ് ഇതിൽ രസം. ആൻഡ് ഇന്നത്തെ ന്യൂസ് പേപ്പർ നമ്മൾ കണ്ടില്ലേ, ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയിൽ നടന്ന അന്നത്തെ കഴിഞ്ഞതിന് ശേഷം അന്നത്തെ ബാക്കി വന്ന ടോക്സിക് വേസ്റ്റ് ഇപ്പോഴും മാറ്റിയിട്ടില്ലെന്ന് ഇന്നത്തെ ആർട്ടിക്കിൾ കണ്ടില്ലേ. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, ഇറ്റ് സ്പ്രെഡ്സ് അക്രോസ് എ ലോങ്ങർ ടൈം. ഇത്രയും വർഷം കൊണ്ട് അത് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഞാൻ വന്നുകൊണ്ട് ജസ്റ്റ് ഒന്ന് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി. പിന്നെ അടുത്തത് 1000s ടേക്ക് പാർട്ട് ഇൻ എ റാലി അറ്റ് ബോർഡർ ഇൻ ബംഗാൾ അഗെയിൻസ്റ്റ് ബാംഗ്ലാദേശ് അറസ്റ്റ്. ഇത് വേറൊന്നുമല്ല, കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ബാംഗ്ലാദേശ് ന്യൂസിൽ വരുന്നുണ്ട്. വേറൊന്നുമല്ല, ഇവിടെ ഇസ്കോൺ ആണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. ഇസ്കോൺ തന്നെയാണ്. സോ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ്, ഇസ്കോണിന്റെ പ്രധാനപ്പെട്ട നേതാവിനെ ചിന്മയ ദാസിനെ ബംഗ്ലാദേശിൽ അറസ്റ്റ് ചെയ്തു. സോ ദിസ് ട്രിഗേർഡ് എ മൈനോറിറ്റി ഇഷ്യൂ പ്രോബ്ലം. ബാംഗ്ലാദേശിൽ ഹിന്ദുസ് ആണ് മൈനോറിറ്റി. അപ്പോൾ മൈനോറിറ്റീസിൻ്റെ റൈറ്റ്സ് ഇൻ ബാംഗ്ലാദേശ് ഇസ് ഡിസ്കസ്ഡ് ഹിയർ. അവർക്ക് വേണ്ടത്ര റൈറ്റ്സ് ഒക്കെ ഉണ്ടോ എന്നാണ് ഇതിൽ കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത്. സോ അത് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിനെതിരെ ഇങ്ങനെ ബംഗാളിൽ പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ബംഗാളും ബംഗ്ലാദേശും അടുത്തുള്ള സ്ഥലങ്ങളല്ലേ, ബോർഡർ പോലെയല്ലേ. അപ്പോൾ ഡെഫിനറ്റ്ലി അവർക്കത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഡൽഹി കർബ്സ് വിൽ ബി ഈസ്ഡ് ഓൺലി ആഫ്റ്റർ ഫോൾ ഇൻ എയർ പൊല്യൂഷൻ. ഇത് അവിടുത്തെ
എയർ ക്വാളിറ്റി മാനേജ്മെന്റിനെ കുറിച്ചാണ്. ഇത് എല്ലാ ദിവസവും വാർത്തയുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമല്ല. CAQM ഓർത്ത് വെക്കുക, കമ്മീഷൻ ഓഫ് എയർ ക്വാളിറ്റി മാനേജ്മെന്റ്, അതേപോലെ ഗ്രാപ്പ്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി എല്ലാ ദിവസവും ചെക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഗ്രാപ്പ് 4 റെസ്ട്രിക്ഷൻസ് വേറെ ഒരു നിവൃത്തിയില്ല. അവിടുത്തെ എയർ പൊല്യൂഷൻ കുറച്ചേ പറ്റുള്ളൂ. കാരണം എയർ പൊല്യൂഷൻ കുറയാത്തിടത്തോളം നമുക്ക് ഈ ഗ്രാപ്പ് 4 എന്ന് പറയുന്നത്, ഇതിൽ ഓൾറെഡി നമുക്കറിയാം ഗ്രാപ്പ് 1, 2, 3, 4 4 ഗ്രാപ്പ് ഉണ്ട്. എയർ ക്വാളിറ്റിയുടെ ഇൻഡെക്സും അവിടുത്തെ ക്വാളിറ്റി അനുസരിച്ച് ഗ്രാപ്പ് നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത്. ഗ്രാപ്പ് 4 ഇസ് വെരി ഡിസ്റപ്റ്റീവ്. ഇത് ഗ്രാപ്പ് 4 വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഡിസ്റപ്റ്റീവ് ആണെന്ന് പറഞ്ഞാൽ സ്കൂൾ അടയ്ക്കും, കോളേജ് അടയ്ക്കും, എല്ലാം വർക്ക് ഫ്രം ഹോം ആവും, ലോറികൾ, ട്രക്ക് ഒന്നും കയറാൻ പറ്റില്ല. ചെറുതായിട്ട് പോലും പൊല്യൂട്ട് ചെയ്യുന്ന ഏത് ആക്ടിവിറ്റിയും ഷട്ട് ഡൗൺ ചെയ്യും. ജനറേറ്റർ, ഡീസൽ, കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി, എവറിത്തിങ് വിൽ ഷട്ട്. ഇങ്ങനെ വരുമ്പോൾ ഇത് മാർജിനലൈസ് സെക്ഷന് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയുന്നുണ്ട്. കാരണം പലർക്കും ജോലി നഷ്ടപ്പെടും, ജോലിക്ക് പോകാൻ പറ്റില്ല. നമുക്ക് വലിയ സംഭവമൊന്നുമല്ല. നമ്മുടെ കോവിഡിന്റെ ലോക്ക്ഡൌൺ നിങ്ങൾ ഓർത്താൽ മതി. ലോക്ക്ഡൌണിൽ നമ്മുടെ പലരുടെയും ജോലി പോയി, അല്ലെങ്കിൽ പല ആൾക്കാർക്കും ജോലി ഉണ്ടായിരുന്നില്ലെന്ന് പറയുന്ന സിമിലർ സിറ്റുവേഷൻ തന്നെയാണ്. അപ്പോൾ ഇത് കൂടുതലും അതാണ് പറയുന്നത്. സിറ്റുവേഷൻ, എയർ പൊല്യൂഷൻ മാറാതെ വേറെ ഒരു നിവൃത്തിയില്ല. ഗ്രാപ്പ് 4 ഷുഡ് ബി, ബോർഡർ എൻട്രി പോയിന്റ്സിലെല്ലാം ഗ്രാപ്പ് 4 ഇടേണ്ടി വരും എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിൽ കൂടുതലും പറയുന്നത്. സോ ഹാവ് എൻ ഐഡിയ റിഗാർഡിംഗ് ദാറ്റ്. പിന്നെ പൊളിറ്റിക്കൽ വാർത്തകൾ നമ്മൾ എടുക്കുന്നില്ല. അടുത്ത പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് അഹെഡ് ഓഫ്, ഇനി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാൻ പോകുന്നത് മഹാകുംഭ് തന്നെയായിരിക്കും. നമ്മൾ ഓൾറെഡി പല പ്രാവശ്യം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു മഹാകുംഭ് എന്താണെന്നും, ഹരിദ്വാർ, പ്രയാഗ്രാജ്, അതേപോലെ നാഷിക്, അതേപോലെ ഉജ്ജയിനിലൊക്കെ നടക്കുന്നത് ഏത് നദിയുടെ തീരത്താണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇവിടെ വലിയൊരു സജ്ജീകരണമാണ് മഹാകുംഭിന് വേണ്ടി ചെയ്യുന്നത്. അത്രയും വലിയ കാര്യങ്ങളാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഉത്തർപ്രദേശ് ഗവൺമെന്റ്. അതുകൊണ്ട് തന്നെ 2025 കുംഭമേളയുടെ ഭാഗമായിട്ട് ഒരു ടെമ്പററി ഡിസ്ട്രിക്ട് കൊണ്ടുവന്നു. ആസ് എ ന്യൂ ഡിസ്ട്രിക്ട്, ഒരു പുതിയ ഡിസ്ട്രിക്ട് തന്നെ കൊണ്ടുവന്നു. ടെമ്പററി ആണ് മഹാകുംഭ് എന്നുള്ള ഒരു ഡിസ്ട്രിക്ട്. സോ അത് ഇഷ്യൂഡ് ബൈ ലേറ്റ്, അവിടുത്തെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എല്ലാവരും കൂടെ ഇഷ്യൂ ചെയ്തതാണ്. ഡിസിഷൻ ഇസ് സീൻ എസ് എ മേജർ അഡ്മിനിസ്ട്രേറ്റീവ് മൂവ്. ആ കംപ്ലീറ്റ് റിലീജിയസ് ഇവന്റും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് മഹാകുംഭിനെ ഒരു ഡിസ്ട്രിക്റ്റ് ആയിട്ട് തന്നെ മാറ്റിയിരിക്കുകയാണ്. സോ മഹാകുംഭമേള ഡിസ്ട്രിക്ട് എന്നാണ് ആ ഡിസ്ട്രിക്റ്റിന്റെ പേര് തന്നെ. ടെമ്പററി ഡിസ്ട്രിക്റ്റ് ആണ്. അപ്പോഴും വേണമെങ്കിൽ അടുത്ത ചോദ്യമുണ്ട്. ആർട്ടിക്കിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ വാട്ട് ഈസ് ആർട്ടിക്കിൾ 3? നമുക്കൊരു പ്രത്യേകിച്ച് ഒരു സ്റ്റേറ്റ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്കൊരു സെൻട്രൽ ഗവൺമെന്റിന്റെ തീരുമാനമുണ്ട്, ഒരു പുതിയ സ്റ്റേറ്റ് ഉണ്ടാക്കണം. ഇപ്പം നാളെ ബോഡോലാൻഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ് അംഗീകരിക്കണോ വേണ്ടെന്നൊക്കെ സെൻട്രൽ ഗവൺമെന്റ് നമുക്ക് അതിനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. ഇപ്പോൾ ഗ്രേറ്റർ നാഗാലാൻഡ് എന്ന് പറഞ്ഞൊരു സ്ഥലം നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെതായ പ്രൊവിഷൻ ഉണ്ട്. ഇതേപോലെ മഹാകുംഭമേള ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞൊരു ഡിസ്ട്രിക്ട് ഉണ്ടാക്കണമെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ ഉണ്ടോ? നോ, അങ്ങനെ പ്രത്യേകിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ ഒന്നുമില്ല. അത് അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റിന് ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് രീതിയിൽ തന്നെ ചെയ്യാം. വേണമെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഗസറ്റിൽ ഇത് പുറപ്പെടുവിപ്പിക്കാം. ഞങ്ങൾ ഇങ്ങനെ ഒരു ഡിസ്ട്രിക്റ്റും കൂടെ ഉണ്ടാക്കാൻ പോവുകയാണെന്നല്ല. അപ്പോൾ സ്റ്റേറ്റിന്റെ തീരുമാനമാണ്. അപ്പോൾ പുതിയൊരു ഡിസ്ട്രിക്റ്റ് വരുമ്പോൾ നമ്മളിപ്പോൾ ആലോചിക്കണം, സ്റ്റേറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെ, ഡിസ്ട്രിക്ട് ഉണ്ടാക്കുന്നത് എങ്ങനെ. അത് രണ്ടും വേറെ വേറെയാണ്. ബംഗാളിൽ പുതിയ തീരുമാനം വന്നിരിക്കുകയാണ്. കൊൽക്കത്ത മുനിസിപ്പൽ കോർപ്പറേഷൻ തീരുമാനിച്ചിരിക്കുകയാണ്. സൈൻ ബോർഡ്സ് എല്ലാം ബംഗാളി തന്നെ വേണമെന്ന് മാൻഡേറ്ററി പറയുന്നുണ്ട്. ഷോപ്സ്, റെസ്റ്റോറൻറ്റ്സ്, കൊമേഴ്ഷ്യൽ സെന്റേഴ്സ് എല്ലാം ബംഗാളി സൈൻ ബോർഡ്സ് വേണമെന്നാണ് പറയുന്നത്. പക്ഷെ അവിടെ ഇത് ശരിക്കും നല്ലൊരു നടപടിയാണോ എന്നുള്ളൊരു ചോദ്യം കൂടെ ഉണ്ട്. നമ്മൾ തമിഴ്നാട്ടിൽ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ബോർഡ്സ് കാണുന്നത് വളരെ റെയർ ആയിട്ടാണ്. മിക്ക ബോർഡ്സും തമിഴിലായിരിക്കും കാണുന്നുണ്ടാവുക. പക്ഷെ നമ്മൾ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഐ ഡോണ്ട് നോ ഇഫ് യു ഹാവ് ഒബ്സർവ്ഡ്, നമ്മൾ ഓൾമോസ്റ്റ് കാണുന്ന മിക്ക ഷോപ്പുകളുടെയും പേര് ഇംഗ്ലീഷിൽ തന്നെ എഴുതിയിട്ടുണ്ടാവുക. എല്ലാം ഇംഗ്ലീഷിൽ തന്നെയാണ് നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ടാവുക. ഈ മിക്ക ഷോപ്പുകളുടെ പേരും ഇംഗ്ലീഷിലാണ് എഴുതിയിട്ടുണ്ടാവുക. മലയാളം എഴുതിയിട്ടുണ്ടാവും. പക്ഷെ എത്ര ചെറിയ കടയാണെങ്കിലും അതിൻ്റെ മുന്നിൽ ഇംഗ്ലീഷ് ബോർഡ് ഉണ്ടാവും. പക്ഷേ തമിഴ്നാട്ടിലും അങ്ങോട്ടൊക്കെ ബംഗാളിൽ ഇപ്പോൾ കമ്പൽസറി ആക്കുകയാണ് ബംഗാളി ലാംഗ്വേജിൽ. ട്രാവലേഴ്സിനൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടാണ് യാത്ര ചെയ്യുമ്പോൾ. ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും ഇത് കണ്ടുപിടിക്കാനില്ലേ. പിന്നെ അമിഡ്, അവിടെ UGCയുടെ നെറ്റ് എക്സാം വരാൻ പോകുന്നതുകൊണ്ട് അവിടുത്തെ സെൻറ്റർ അവിടെ ഇൻഫാൽ മണിപ്പൂരിൽ ഇഷ്യൂ നടക്കുന്നുള്ളത് ഈ സെൻറ്റേഴ്സ് ഒക്കെ അൺസേഫ് ആണെന്നാണ് പറയുന്നത്. പരീക്ഷ മാറ്റി വെക്കുന്നുണ്ടോ എന്ന രണ്ടാമത്തെ കാര്യം. പക്ഷേ ചില സെൻറ്റേഴ്സിലൊന്നും നമുക്ക് പോകാൻ പറ്റില്ലല്ലോ, എപ്പോഴാണ് അറ്റാക്ക് നടക്കുന്നതെന്ന് പറയാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ സ്ഥലങ്ങളിലെ പരീക്ഷ കാരണം അങ്ങനെ ഒരു വാർത്തയുണ്ടെന്നുള്ളതിനകത്തുണ്ട്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോണ്ടന്റ് ഇസ് പുതിയ ട്രാൻസ് പേഴ്സൺസിന് വേണ്ടി തെലങ്കാന ചീഫ് മിനിസ്റ്റർ പ്രത്യേകം എക്സ്ക്ലൂസീവ് ക്ലിനിക്സ് തുടങ്ങിയിട്ടുണ്ട്. സോ ഇതും നമുക്ക് എവിടെയെങ്കിലും നമുക്ക് സിവിൽ സർവീസിന്റെ മെയിൻസിനൊക്കെ എഴുതുന്ന സമയത്ത് ദ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ദ സർവീസസ് ദാറ്റ് വി ആർ എൻറ്ററിങ് ഫോർ ട്രാൻസ്ജെൻഡർ സൊസൈറ്റി അല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ചെയ്യുമ്പോൾ തെലങ്കാനയുടെ എക്സാമ്പിളൊക്കെ എഴുതാം. 33 ട്രാൻസ്ജെൻഡർ ക്ലിനിക്കാണ് കൊണ്ടുവന്നത്. മൈത്രി ക്ലിനിക് എന്നാണ് ഇതിൻ്റെ പേര്. ഫ്രീ ഹെൽത്ത് ചെക്കപ്പ്, ഡയഗ്നോസ്റ്റിക്, മെഡിസിൻസ്, ഇൻഡിവിജ്വൽസിന് വേണ്ട സപ്പോർട്ട്, ഇതെല്ലാം
ചെയ്തു കൊടുക്കുന്ന ക്ലിനിക്കുകളാണ് ട്രാൻസ് ക്ലിനിക്കുകൾ, ട്രാൻസ് പേഴ്സൺസിന് വേണ്ടിയുള്ള ക്ലിനിക്കുകളാണ് ചെയ്യുന്നത്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് മെയിൻസിന് എവിടെയെങ്കിലും യു ക്യാൻ റൈറ്റ് ദിസ് പോയിന്റ്. ഓക്കെ, റിമെമ്പർ ദാറ്റ്. പിന്നെ അടുത്തത് ഒരു തമിഴ്നാട്ടിലെ വാർത്തയാണ്. തമിഴ്നാട് സുപ്രീം കോടതി ഇടപെട്ട ഒരു പ്രധാനപ്പെട്ട കേസും കൂടാണ്, വേറൊന്നുമല്ല. പീപ്പിൾ വിൽ ബി ജസ്റ്റിഫൈഡ് നൗ. ഇതിൽ സെന്തിൽ ബാലാജി എന്ന് പറയുന്ന ആളെ സുപ്രീം കോടതി സ്റ്റേൺ വ്യൂ എടുത്തു. സെന്തിൽ ബാലാജിനെ ക്യാബിനറ്റ് മിനിസ്റ്ററായിട്ട് അപ്പോയിന്റ് ചെയ്തു തമിഴ്നാട്ടിൽ. ഇദ്ദേഹത്തിനെതിരെ കേസുണ്ട്, മണി ലോണ്ടറിങ് കേസുണ്ട്. മണി ലോണ്ടറിങ് കേസിൽ സുപ്രീം കോടതി ജാമ്യം കൊടുത്തതാണ്, ജാമ്യം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ജാമ്യം കൊടുത്ത ഉടനെ തന്നെ പിന്നെയും അയാളെ തമിഴ്നാട്ടിൽ മിനിസ്റ്ററായിട്ട് അപ്പോയിന്റ് ചെയ്തു. അപ്പോൾ സുപ്രീം കോടതി ജസ്റ്റിസ് ഓക്ക പറയുന്നുണ്ട്, AS ഓക്ക പറയുന്നുണ്ട്, ഇത് ശരിയായിട്ട് രീതിയാണോ എന്ന് തമിഴ്നാട് ഒന്നും കൂടെ we have you make sure that you find out whether this is a right precedent, because when you make a person who is actually charged for money laundering case and whose verdict is even not come out, verdict വന്നിട്ടില്ല, ഇത്തരം സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് അദ്ദേഹത്തിന് അന്വേഷണം നേരിടുന്ന സമയത്ത് മാറ്റി നിർത്തല്ലേ വേണ്ടെന്നൊരു ചോദ്യം കൂടെ ചോദിക്കുന്നുണ്ട്. സോ ദാറ്റ് ഇസ് വൈ സെന്തിൽ ബാലാജിയുടെ കേസ് ജഡ്ജ്മെന്റിന്റെ കാര്യം ഇതാണ്. ഇതിൽ പ്രധാനപ്പെട്ട മെയിനായിട്ട് അറിയേണ്ട കാര്യങ്ങൾ ഇതാണ്. ബാക്കിയെല്ലാം പരസ്യം ടെൻഡർ അങ്ങനത്തെ കാര്യങ്ങളാണ് ബാക്കി പേജുകളെല്ലാം. മൂവിങ് ഓൺ ടു ദി എഡിറ്റോറിയൽ പേജ്. ഇന്നത്തെ എഡിറ്റോറിയലിന് ഒരു കോമൺ സ്വഭാവമുണ്ട്, ഓർത്തു വെച്ചോളൂ. ഇന്റർനാഷണൽ ഡേസ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ആണ് December 3 എന്ന് പറയുമ്പോൾ. ഇന്നത്തെ ദിവസം ഈ വാർത്ത വായിക്കുമ്പോൾ ഇന്ന് ഇന്റർനാഷണൽ ഡേ ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ആണ്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട എഡിറ്റോറിയൽ പേജിലെ പ്രധാന ആർട്ടിക്കിളുകളെല്ലാം ഡിസബിലിറ്റിയെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഒറ്റ ഇതിൽ തന്നെ മേജർ ആയിട്ടുള്ള ഡിസബിലിറ്റിയുടെ പോയിന്റുകൾ മനസ്സിലാക്കി വെച്ചാൽ, അതായത് ഇതിനകത്ത് മൊത്തം നമ്മൾ ഏകദേശം 4 ആർട്ടിക്കിൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് ഞാൻ അതിൻ്റെ പോയിന്റ് പറയുന്നുണ്ട്. ഈ 4 ആർട്ടിക്കിൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിന് മെയിൻസിന് ഒരു ചോദ്യം വരികയാണെങ്കിൽ 100% ഈ ഇൻഫർമേഷൻ മാത്രം വെച്ചിട്ട് നിങ്ങൾക്കൊരു മെയിൻസ് ആൻസർ നന്നായി എഴുതാൻ പറ്റും. സോ ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം നമുക്ക് എഡിറ്റോറിയൽ നോക്കാം, ഹിന്ദുവിൻ്റെ എഡിറ്റോറിയൽ നോക്കാം. ഇതിനകത്ത് വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. മെയിനായിട്ട് GDP ഗ്രോത്ത് റേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. കാരണം ഓൾറെഡി GDP ഗ്രോത്ത് റേറ്റ് നമ്മൾ RBI അനുസരിച്ചിട്ട് ഏകദേശം 7%, 7.8%, 7.2% RBI പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ GDP ഒക്കെ ഗ്രോ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇപ്രാവശ്യം നോക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 6.5% എന്നും ഇപ്രാവശ്യത്തെ RBIയുടെ പ്രധാനം നോക്കുമ്പോൾ GDP വളരെ കുറഞ്ഞു പോയി. ഇപ്രാവശ്യം ജസ്റ്റ് 5.4% നമുക്കുള്ളൂ എന്നാണ് പറയുന്നത്. ജസ്റ്റ് 5.4% GDP ഗ്രോത്ത് റേറ്റ് വന്നിട്ടുള്ളൂ. പക്ഷെ അപ്പോഴൊരു കാര്യമുണ്ട്, ഇത് കൂടും കുറയൊക്കെ ചെയ്യും. അപ്പോൾ RBI പറഞ്ഞ 7%ലേക്ക് നമ്മൾ ഹിറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും കൂടെ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് RBI മോണിറ്ററി പോളിസിയെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്താണ് മോണിറ്ററി പോളിസി കമ്മിറ്റി, ഇതിൽ എത്ര അംഗങ്ങളുണ്ട് മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ, എപ്പോഴൊക്കെയാണ്. അടുത്ത മീറ്റിംഗ് December 6 December 6 നടക്കാൻ പോകുന്ന മീറ്റിംഗിൽ എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്തിനാണ് കാത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമോ എന്നറിയാൻ വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. RBI ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമോ, അതായത് റിപ്പോ റേറ്റ് കുറയ്ക്കുമോ എന്നുള്ളതാണ്. കാരണം ഓൾറെഡി നമുക്കിതിൻ്റെ എക്കണോമിക്സ് ബാക്കിൽ അറിയാം. ഇപ്പോൾ ഓൾറെഡി ഇൻഫ്ലേഷൻ വളരെ ഹൈ ആണ്, വിലക്കയറ്റം ഇൻഫ്ലേഷൻ വളരെ ഹൈ ആണെങ്കിൽ ഒബ്വിയസ്ലി RBI മോണിറ്ററി പോളിസി ചെയ്യുമെന്നു വെച്ചാൽ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്. സോ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് കൂട്ടിവെക്കും, ഇത് ഹൈ ആക്കി വെക്കും. ഇപ്പോഴത്തെ സമയത്ത് നമുക്കറിയാം ബാങ്കുകളാണ്. അപ്പോൾ റിപ്പോ റേറ്റ് എന്ന് പറയുമ്പോൾ ബാങ്ക് RBIയുടെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങിക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി വെക്കുമ്പോൾ, ഒരു ഉദാഹരണം ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മതി. സാധാരണ ബാങ്ക് ഇവിടുന്ന് കടം എടുക്കുമ്പോൾ ഏകദേശം ഒരു 6% ആണെന്ന് വിചാരിക്കുക. എക്സാമ്പിളാണ് പറയുന്നത്, 6% ആണെന്ന് വിചാരിക്കുക. പെട്ടെന്ന് ഒരു ദിവസം ബാങ്ക് ഇവിടെ 6% അല്ല നാളെ മുതൽ 10% വേണമെന്ന് പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ബാങ്കിന് RBIയുടെ കയ്യിൽ നിന്ന് ലോൺ എടുക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല, 10% പലിശ കൊടുക്കണ്ടേ. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ബാങ്ക് ഇവിടെ ലെൻഡിങ് സ്റ്റോപ്പ് ചെയ്യും, വേണ്ടത്ര ലെൻഡിങ് എടുക്കില്ല. അപ്പോൾ ബാങ്ക് ലെൻഡ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ബാങ്കിൻ്റെ ഫണ്ടില്ല. ബാങ്കിൻ്റെ ഫണ്ടില്ലെങ്കിൽ ബാങ്ക് ലോൺ കൊടുക്കില്ല. ലോൺ കൊടുക്കുമ്പോൾ ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഭയങ്കര ഹൈ ആയിരിക്കും, പലിശ ഭയങ്കര ഹൈ ആയിരിക്കും. അപ്പം നമ്മളിവിടെ സൈഡ് നിൽക്കുകയാണ്, നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ട് ഈ ലോൺ നമ്മൾ എടുക്കുമ്പോൾ നമ്മളും ലോൺ എടുക്കില്ല. കാരണം ലോൺ ഭയങ്കര പലിശയല്ലേ. നമ്മൾ ലോൺ എടുത്തില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, നമ്മൾ മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യില്ല, നമ്മൾ ചിലവാക്കുന്നില്ല, പൈസ ഇല്ല കയ്യിൽ, പൈസ ചിലവാക്കുന്നില്ല. പൈസ ചിലവാക്കിയില്ലെങ്കിൽ എക്കോണമിയിൽ പൈസ ഇല്ല. മൊത്തത്തിൽ ഗ്രോത്ത് റേറ്റ് കുറഞ്ഞു വരും. ദ ഗ്രോത്ത് റേറ്റ് വിൽ കം ഡൗൺ. ജസ്റ്റ് മനസ്സിലായോ? നിസ്സാരം RBIയുടെ ഒരു റേറ്റ് കാരണം എന്തോരം എഫക്റ്റ് ആണ് എക്കോണമിയിൽ ഉണ്ടാവുന്നതെന്നില്ലേ. ഇതേപോലെ തന്നെയാണ് ഇപ്രാവശ്യം എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് എക്കോണമി ഇച്ചിരി സ്ലോ ഡൗൺ ആയിട്ടുണ്ട്, അതാണ് ഒരു പറയുന്നത്. GDP ഒക്കെ ഒന്ന് സ്ലോ ഡൗൺ ആയി. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ ഒന്നുകൂടെ ഒന്ന് കുറയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഫണ്ടൊക്കെ മാർക്കറ്റിൽ വന്ന് കുറച്ചും കൂടെ ഡിമാൻഡ് വരും. പിന്നെ ഓൾറെഡി പറഞ്ഞല്ലോ അർബൻ ഡിമാൻഡ് വളരെ കുറവാണെന്ന്. അർബൻ ഏരിയയിൽ ഡിമാൻഡ് ആൾക്കാർക്ക് കുറവാണ്, ഗുഡ്സിലേക്ക് ഡിമാൻഡ് കുറവാണ്. റൂറൽ ഡിമാൻഡ് കുറച്ചുകൂടെ ബെറ്റർ ആണെന്നും പറയുന്നുണ്ട്. പക്ഷെ അതിൽ മാറ്റം വന്നിട്ടുണ്ട്.
അപ്പോൾ മൊത്തം എക്കണോമിക്സ് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ എക്കണോമിക്സ്. ഐ തിങ്ക് ദിസ് പോയിന്റ് ഇസ് ക്ലിയർ, മനസ്സിലാക്കാൻ പറ്റുന്നതാണെന്ന് വിചാരിക്കുന്നു. പിന്നെ മോഡി ഈ അടുത്ത് ഡയറക്ടർ ജനറൽ നടന്ന പ്രധാനപ്പെട്ട മീറ്റിംഗ് ഉണ്ടല്ലോ, ഒഡീഷ ഭുവനേശ്വറിൽ നടന്ന DGP കോൺഫറൻസ്, DGP IG കോൺഫറൻസുകൾ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ DGP IGP കോൺഫറൻസ് നടന്നേ ഉള്ളൂ. അതിൽ മോഡി എല്ലാവരോടും പറഞ്ഞ കാര്യങ്ങളാണ് ഡീപ്പ് ഫേക്ക് ടെക്നോളജി, കുറച്ചും കൂടെ ഇപ്പോൾ ഡിജിറ്റൽ ഫ്രോഡ്, ഡിജിറ്റൽ അറസ്റ്റ്, പുതിയ ടൈപ്പ് ഓഫ് ക്രൈം, സൈബർ ഫ്രോഡ്സ്റ്റേഴ്സ്, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമ്മൾ കുറച്ചും കൂടെ വളരെ പ്രൊവാക്റ്റീവ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. പോലീസ് ഫോഴ്സും സിസ്റ്റവും ഭയങ്കര പ്രൊവാക്റ്റീവ് ആയിരിക്കണം. കാരണം നമ്മൾ വിചാരിക്കാത്ത ലെവലിലെ ക്രൈമാണ് നടക്കുന്നത്. അപ്പോൾ പോലീസ് എപ്പോഴും സൈബർ ക്രൈം ആണെങ്കിലും ഡിജിറ്റൽ ക്രൈം ആണെങ്കിലും പോലീസ് എപ്പോഴും വളരെ അലേർട്ട് ആണെന്നാണ് പറയുന്നത്. വളരെ അലേർട്ട് ആയിരിക്കണം, പബ്ലിക്കിനെയും വളരെയധികം അലേർട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. സോ ഇതാണ് ഇതിലെ പ്രധാനപ്പെട്ട എഡിറ്റോറിയലിലെ മെയിൻ ആയിട്ടുള്ള വാർത്ത. ക്ലീൻ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എഡിറ്റോറിയൽസിലെ മെയിൻ ആയിട്ടുള്ളത് ഡിസബിലിറ്റി. ഇത് എഡിറ്റോറിയൽ സമ്മറി ആയിട്ട് മാത്രമല്ല, എഡിറ്റോറിയൽസിൽ ഡിസബിലിറ്റി ഉള്ള എല്ലാം നോക്കി വെച്ചോ. ഡിസബിലിറ്റി ഉള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ പോവാം. ഈ ആർട്ടിക്കിളിൽ വേറെ ഒന്നുമല്ല, കൂടുതലും പറയുന്നത് നമ്മുടെ ഡിസബിലിറ്റി 2.2% ആൾക്കാർ നമ്മുടെ പോപ്പുലേഷനിൽ ഡിസേബിൾഡ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ ഈ ആർട്ടിക്കിൾ തെറ്റാണെന്നാണ് പറയുന്നത്. 2.2% തെറ്റാണ്. കാരണം നമ്മളിപ്പോഴും സെൻസസിൻ്റെ 2011 സെൻസസ് വെച്ചാണ് ഡേറ്റ കളക്ട് ചെയ്യുന്നത്. പോപ്പുലേഷൻ്റെ 2.2% മാത്രമല്ല ഡിസേബിൾഡ് ആൾക്കാരെന്നുള്ളതും കൂടെ നമുക്കിവിടെ മനസ്സിലാക്കണം. പിന്നെ ഇതിനകത്ത് പറയേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സെക്ഷനാണ് UNCRPD. അങ്ങോട്ട് കുറേ ഏജൻസീസിൻ്റെ പേരുണ്ട്, അത് ഓർത്ത് വെച്ചാൽ. ഞാൻ പറഞ്ഞല്ലോ, ഈ 3 ആർട്ടിക്കിൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് ഡിസബിലിറ്റിയുടെ ഏത് ആർട്ടിക്കിൾ എഴുതിയാലും ഇതൊക്കെ ഞാൻ ഈ എഴുതുന്ന വൊക്കാബുലറി മെൻഷൻ ചെയ്താൽ തന്നെ നിങ്ങളുടെ മെയിൻസിൻ്റെ മാർക്ക് കൂടും. വെറുതെ വാരി വലിച്ചെഴുതുന്നതല്ല, വളരെ കീ വൊക്കാബുലറി, കീ വാക്കുകൾ നമ്മൾ ആൻസറിൽ കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് മാർക്ക് കിട്ടുക. സോ UNCRPD എന്ന് പറയുമ്പോൾ യുണൈറ്റഡ് നേഷൻസ് നമുക്കറിയാം. എന്താണ് CRPD എന്ന് പറയുമ്പോൾ? കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി. ഓർത്ത് വെച്ചോ, കൺവെൻഷൻസ് ഓൺ ദ റൈറ്റ്സ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി. കൺവെൻഷൻ റൈറ്റ്സ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി. ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഇത് വരുന്നത്. ഇത് പ്രധാനപ്പെട്ട ഒരു ട്രീറ്റിയാണ്. ഏകദേശം 2007 നിലവിൽ വന്ന ഒരു പ്രധാനപ്പെട്ട ട്രീറ്റിയാണ്. സോ അത്രയും ഒരുപാട് രാജ്യങ്ങളും ഇതിൻ്റെ ഭാഗവുമാണ്. നമുക്കിത് നോക്കുമ്പോൾ തന്നെ നമുക്കിത് മനസ്സിലാവും. ഇത്രയും രാജ്യങ്ങൾ ഇതിൻ്റെ ഭാഗമാണ് UNCRPD. അപ്പോൾ ഇതിനകത്ത് ഡിസബിലിറ്റിയുടെ കാര്യങ്ങളാണ് കൂടുതൽ പറയുന്നത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ നോക്കിയാൽ മനസ്സിലാവും. യെസ്, ആ ആർട്ടിക്കിൾ ഇവിടെ പറയുന്നുണ്ടല്ലോ. വേർ ഇസ് ദാറ്റ്? CRPD. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം അതിലേക്ക് വരുന്നുണ്ട്. പ്രധാനപ്പെട്ട കാര്യം ഇവിടെ RPWD എന്താണെന്നാണ്. RPWD നമ്മുടെ പ്രധാനപ്പെട്ട ഒരു നിയമം കൂടാണ്. RPWD എന്താണെന്നുണ്ട്? റൈറ്റ്സ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് ആണ്. പ്ലീസ് നോക്കിയാൽ മതി. റൈറ്റ്സ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. 2017 വന്നതാണ്. 2017 ഇത് വരുന്നത്. മുമ്പേ ഉണ്ടായിരുന്ന ആക്ട് ഉണ്ട് നമുക്ക്. 1995 ഉണ്ടായിരുന്ന പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്, പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് ഫുൾ പാർട്ടിസിപ്പേഷൻ 1995. ഈ ആക്ടിനെ റീപ്ലേസ് ചെയ്ത ആക്ടാണ് നമ്മളിവിടെ ഓർത്ത് വെക്കേണ്ടത്. അതാണ് RPWD എന്ന് പറയുന്ന ആക്ട്. ഇവിടെ രണ്ടാമത് വന്നത് ഇതാണ്. അത് പഴയ 95 ആക്ടിനെ റീപ്ലേസ് ചെയ്തു. പിന്നെ ഞാൻ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ഇതാണ് UN കൺവെൻഷൻ ഓൺ ദ റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്. ഇവിടെയാണ് ഇത് കിടക്കുന്നത്. സോ ദാറ്റ് ഈസ് UNCRPD. ഇന്ത്യ ഇതിൻ്റെ ഭാഗമാണ്, ഈ ട്രീറ്റിയുടെ ഭാഗമാണെന്നും കൂടെ ഓർത്തു വയ്ക്കുക. പിന്നെ ഈ RWPDയുടെ ഒരു പ്രധാന കാര്യം പറയുന്നുണ്ട്. സ്റ്റേറ്റ് കമ്മീഷണർ, ഈ RPWD ആക്ട് എന്ന് പറയുമ്പോൾ, അതായത് RPWD ആക്ട് എന്ന് പറയുമ്പോൾ റൈറ്റ്സ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് അനുസരിച്ചിട്ട് എല്ലാ സ്റ്റേറ്റിനും, അതിവിടെ ക്ലിയർ ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം കൂടാണ്. എല്ലാ സ്റ്റേറ്റിനും ഒരു കമ്മീഷണറെ കുറിച്ച് പറയുന്നുണ്ട്. എല്ലാ സ്റ്റേറ്റിലും ഒരു സ്റ്റേറ്റ് കമ്മീഷണർ വേണമെന്ന് പറയുന്നുണ്ട്. ഈ ആക്ട് അനുസരിച്ചാണ്. ഈ ആക്ട് അനുസരിച്ചിട്ട് RPWD ആക്ട് അനുസരിച്ചിട്ട് 2017 ആക്ട് ഓർത്ത് വെച്ചോണം. 2017 ആക്ടാണ് RPWD 2017. ഈ ആക്ട് അനുസരിച്ച് എല്ലാ സ്റ്റേറ്റിലും ഒരു ഡിസബിലിറ്റിക്ക് വേണ്ടിയുള്ള ഒരു കമ്മീഷണർ വേണമെന്ന് പറയുന്നുണ്ട്, ഡിസബിലിറ്റിക്ക് വേണ്ടി. പക്ഷേ ഈ കമ്മീഷണറുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ കമ്മീഷണേഴ്സ് എല്ലാം, ഇത് ഓഥറിൻ്റെ ഒപ്പീനിയനാണ്, ഇവരെല്ലാം സിവിൽ സർവൻസ് ആണ്. ഇത് എഴുതിയിരിക്കുന്ന ആളുടെ ഒപ്പീനിയൻ ആട്ടോ, നമ്മളത് പൂർണ്ണമായിട്ട് അംഗീകരിക്കണമെന്നൊന്നുമില്ല. ഇതെല്ലാം സിവിൽ സർവൻസ് ആണ്. പക്ഷേ സിവിൽ സർവൻസ് വരുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഭയങ്കര ബ്യൂറോക്രാറ്റിക് ആണെന്നാണ് ഇവർ പറയുന്നത്. ഒട്ടും ജനകീയമല്ല, ഇവർ മൊത്തം ബ്യൂറോക്രാറ്റിക് സിസ്റ്റം ആണ് കൊണ്ടുവരുന്നത്. ഇവിടെ സ്റ്റേറ്റ് കമ്മീഷണറായിട്ട് ശരിക്കും വരേണ്ടത് ഡിസബിലിറ്റി ഉള്ള ആൾക്കാരാണ് വേണ്ടതെന്നാണ് ഇവർ പറയുന്നത്. ഡിസബിലിറ്റി ഉള്ള ആൾക്കാരാണ് ഇവിടെ വേണ്ടത്. എസ്പെഷ്യലി സ്ത്രീകൾ, ഡിസബിലിറ്റി ഉള്ള സ്ത്രീകളും വളരെ ഇമ്പോർട്ടൻറ്റ്, സിവിൽ സൊസൈറ്റിയുടെ ഭാഗമായിട്ടുള്ളത്. അവിടുത്തെ സിവിൽ സൊസൈറ്റിയുടെ ഭാഗമായിട്ടുള്ള
സാധാരണക്കാരായിട്ടുള്ള അങ്ങനെ NGO ആക്ടിവിസ്റ്റ് അങ്ങനത്തെ ആൾക്കാരെയാണ് ശരിക്കും ഇതിൽ കൊണ്ടുവരുന്നത്. പക്ഷെ സിവിൽ സർവൻസിനെ കൊണ്ടുവരുന്നത് ശരിയല്ല എന്നാണ് എഡിറ്ററിന്റെ വശം. അങ്ങനെയാണ്, ഇതിൽ കാര്യമില്ലെന്നാണ് പറയുന്നത്. പിന്നെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, വേറെയും ഒരുപാട് എക്സാമ്പിൾസ് ഒക്കെ പറയുന്നുണ്ട് ഇതേപോലെ ഡിസബിലിറ്റിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് മൊബൈൽ അദാലത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കർണാടകയിലെങ്ങാണ്ട് ഒരു മൊബൈൽ അദാലത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, കുറച്ചുകൂടെ ബെറ്റർ ആണ്. അവിടെ തന്നെ എവിടെ നിന്നോ ഡിസബിലിറ്റി ഉള്ള ആൾക്കാരുടെ കേസുകൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. സോ അതിവിടെ പറയുന്നുണ്ട്. ഈ സ്റ്റേറ്റ് കമ്മീഷണറിനെ കുറിച്ചും പറയുന്നത്, ചീഫ് കമ്മീഷണർ ഉണ്ട്, അതിന് ശരിക്കും ഒരു സിവിൽ കോടതിയുടെ റൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. സിവിൽ കോടതിയുടെ റൈറ്റ് ഉണ്ട്, ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. ക്വാസി ജുഡീഷ്യൽ എന്ന് പറയുമ്പോൾ അവർക്ക് കുറച്ച് ജുഡീഷ്യൽ പവറും കൂടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ കമ്മീഷണർക്ക് കേസ് എടുക്കാം, ഡിസബിലിറ്റി ലോയിനെ കുറിച്ച് ചർച്ച ചെയ്യാം, പരാതി കേൾക്കാം, അതേപോലെ വേണമെങ്കിൽ സ്വമേധയാ കേസ് എടുക്കാം, സുവമോട്ടു, സ്വമേധ വേണമെങ്കിൽ കേസ് എടുക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ് എക്സാമ്പിൾ ഓഫ് കർണാടകയിൽ പറയുന്നുണ്ട്. ഈ മൊബൈൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് ഡിസബിലിറ്റിയിൽ നിങ്ങൾക്ക് അത്യാവശ്യം 2-3 ബോഡീസിന്റെ പേര്, RPWDയും അതേപോലെ CRPDയും UNCRPDയുടെ കാര്യം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് പറയുന്നത്. അപ്പൊ പിന്നെ അടുത്ത പ്രധാനപ്പെട്ടത് മാൽന്യൂട്രീഷൻ ആയിട്ട് പറയുന്ന കാര്യമാണ്. എങ്ങനെയാണ് ഫ്രണ്ട് ലൈൻ ന്യൂട്രീഷൻ വർക്കേഴ്സ് ഫോസ്റ്റർ ഡിസബിലിറ്റി? ഇതിനകത്ത് പറയുന്നത് ഈ ഡിസബിലിറ്റിയും ന്യൂട്രീഷനും തമ്മിൽ വലിയൊരു ബന്ധം ഉണ്ടെന്നാണ് പറയുന്നത്. കാരണം അത് ഓബ്വിയസ്ലി അല്ലേ, നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റോ അല്ലെങ്കിൽ വൈറ്റമിൻസും മിനറൽസ് ഒന്നുമില്ല, മാൽന്യൂട്രീഷനാണ്, കുട്ടിക്ക് വേണ്ട ഒന്നുമില്ല. മാൽന്യൂട്രീഷൻ വളരെ ഹൈ ആകുമ്പോൾ ഓബ്വിയസ്ലി ഡിസബിലിറ്റിയും കൂടുമെന്നാണ് ഇവരുടെ ഈ ആർട്ടിക്കിളിലെ കോറിലേഷൻ പറയുന്നത്. ഒരു തരത്തിൽ ശരിയാണ്. വേണമെങ്കിൽ ഇതിന് എക്സാമ്പിൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വൈറ്റമിൻ എ കുറവാണെന്ന് വിചാരിക്കാം. ഉദാഹരണത്തിന് വൈറ്റമിൻ എ കുറവാണ്. വൈറ്റമിൻ എ കുറവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിനകത്ത് ബ്ലൈൻഡ്നെസ് വരും. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഡിസബിലിറ്റി, മാൽന്യൂട്രീഷൻ, വേണ്ടത്ര പോഷണ ഭക്ഷണം ഒന്നും കിട്ടാതെ വരുന്നതും ഡിസബിലിറ്റിയും തമ്മിലൊരു കോറിലേഷൻ ഉണ്ട്. മാൽന്യൂട്രീഷൻ കൂടുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും ഡിസബിലിറ്റി കൂടുന്നതായിട്ട് കാണാൻ പറ്റും. സോ അതിനുവേണ്ടി ചെറിയ കുട്ടികളെ തൊട്ട് നമ്മൾ ആദ്യമേ ന്യൂട്രീഷനൊക്കെ കറക്റ്റാക്കി കൊടുക്കണം. അതിന് വലിയൊരു പങ്ക് ഇതിനകത്ത് പറയുന്നത്, വലിയൊരു പങ്ക് വഹിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് അംഗൻവാടി വർക്കേഴ്സ്. അംഗൻവാടി വർക്കേഴ്സിന് വലിയൊരു പങ്ക് വഹിക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. കാരണം ഇവരെ ഐഡന്റിഫൈ ചെയ്യാൻ, ആർക്കാണിത് വേണ്ടത്, ന്യൂട്രീഷനൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ അവർക്ക് സാധിക്കും. ആ ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ കറക്റ്റായിട്ട് കൊടുത്താൽ അവരുടെ പ്രശ്നം സോൾവ് ആവുമെന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതാണ്. പിന്നെ അതിനകത്ത് പറയുന്ന വേറെ മിഷൻ, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. മിഷൻ വാത്സല്യയെ കുറിച്ച് പറയുന്നുണ്ട്. ഗവൺമെന്റിന്റെ ഓരോ മിഷൻസ് ആണത്. മിഷൻ വാത്സല്യ, കുട്ടികൾക്കും ഇവർക്കൊക്കെ ഇതൊക്കെ നോക്കാൻ വേണ്ടിയുള്ള മിഷനാണ്. മിഷൻ വാത്സല്യ ഉണ്ട്. പിന്നെ ഡെഫിനറ്റ്ലി അംഗൻവാടി പ്രോട്ടോകോൾ ഉണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ്. ദർ ഇസ് സംതിങ് കോൾഡ് അംഗൻവാടി പ്രോട്ടോകോൾ. കുട്ടികൾക്ക് വേണ്ടി തന്നെയാണ്. ദിവ്യാങ്, അതായത് അംഗൻവാടി പ്രോട്ടോകോൾ എന്ന് പറയുമ്പോൾ ദിവ്യാങ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഡിസേബിൾഡ് ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന ദിവ്യാങ് എന്നാണ് വിളിക്കുന്നത്. ദിവ്യാങ്, റെയിൽവേയിലൊക്കെ നിങ്ങൾ കമ്പാർട്ട്മെന്റ് കണ്ടിട്ടുണ്ടാവും ഫോർ ദിവ്യാങ്. ഹാൻഡിക്യാപ്ഡ് എന്ന് പറയും, ദിവ്യാങ് ഡിബ്ബ അല്ലെങ്കിൽ കമ്പാർട്ട്മെന്റ് എന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ അംഗൻവാടി പ്രോട്ടോകോൾ ഫോർ ദിവ്യാങ് ഉണ്ട്, മിഷൻ വാത്സല്യ ഉണ്ട്, അതേപോലെ പോഷൻ ട്രാക്കർ. ഇതൊക്കെ ഉപയോഗിക്കാം, ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. ഇതൊക്കെ ബന്ധപ്പെട്ടതാണ്, മാൽന്യൂട്രീഷനോട് ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെയുണ്ട്. വാട്ട് ഈസ് പോഷൻ ട്രാക്കർ, മിഷൻ വാത്സല്യ. പിന്നെ ഇതേപോലെ ഇതിനകത്ത് പെൻഷൻ കൊടുക്കുന്ന കാര്യം പറയുന്നുണ്ട്. ഒരു നാഷണൽ ഡിസബിലിറ്റി പെൻഷൻ കൊടുക്കുന്ന കാര്യം പറയുന്നുണ്ട്. ദർ ഇസ് സംതിങ് കോൾഡ് ആസ് എ ഡിസബിലിറ്റി പെൻഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇതൊക്കെ ഡിസബിലിറ്റി പെൻഷൻ ഉണ്ട്. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്, പോയിന്റ്സ് ആണ്. ഡിസബിലിറ്റിയെ കുറിച്ച് എല്ലാ കാര്യങ്ങളും കിട്ടുന്ന വെച്ചാൽ പോഷൻ ട്രാക്കർ ഇതിൽ പറയുന്നുണ്ട്. പോഷൻ ട്രാക്കർ ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. അംഗൻവാടി പ്രോട്ടോകോൾ ഫോർ ദിവ്യാങ് ചിൽഡ്രൻ. ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഓൾമോസ്റ്റ് ഉണ്ട്. കംപ്ലീറ്റ് വായിച്ചിട്ടാണ് ഞാൻ എൻ്റെ എക്സാമ്പിൾ ഇത് പറഞ്ഞത്. ഈ അംഗൻവാടിയിലെ ആൾക്കാർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ വേൾഡ് ഫുഡ് പ്രോഗ്രാം പാർട്ട്ണർ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ. ഹരിയാനയിൽ 25,000 അംഗൻവാടി വർക്കേഴ്സിനെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്, അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സോ അതും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റാണ്. അപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളും അതാണ്. പിന്നെ ബാക്കിയുള്ളത് ഇന്ന് മൊത്തം ഡിസബിലിറ്റി ഉള്ളതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇത് രണ്ടും സ്പോർട്സ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എനേബിളിംഗ് എ ലെവൽ പ്ലേയിങ് ഫീൽഡ്. ഇപ്രാവശ്യത്തെ ക്രിക്കറ്റ് കളിച്ചതിലും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ICC ക്രിക്കറ്റ് 2024 വിമൻസ് 2020 വേൾഡ് കപ്പ് ഷാർജ കളിച്ചത് മില്യൺസ് ഓഫ്, ആദ്യമായിട്ട് ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർക്ക് ഈ കളി കാണാൻ പറ്റിയെന്നാണ് പറയുന്നത്. 63 മില്യൺ ഹിയറിംഗ് എംപയർഡ്. കാരണം ഇപ്രാവശ്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് പറയുന്നുണ്ട് ഗ്ലോബൽ ആക്സസിബിലിറ്റി അവയർനെസ് ഡേ, സ്റ്റാർ സ്പോർട്സും ഡിസ്നി ഹോട്ട്സ്റ്റാറും ലൈവ് ക്രിക്കറ്റിന് ഹിയറിംഗ് ഉള്ള സോ ഇതിന്
കേൾക്കാൻ പറ്റാത്ത ആൾക്കാർക്കും അല്ലെങ്കിൽ ഇമ്പാക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പ്രത്യേകം സൈൻ ലാംഗ്വേജ് ഒക്കെ ഉപയോഗിച്ചിട്ട് കമന്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ കളിയുടെ. കാണാൻ സൈൻ ലാംഗ്വേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഇമ്പയർഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഈ കളി എൻജോയ് ചെയ്യാൻ വേണ്ടി യു ക്യാൻ സി ഗ്ലോബൽ ആക്സസിബിലിറ്റി അവയർനെസ് ഡേ സ്പോർട്സ് ചാനലുകൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട മറ്റ് പ്രധാനപ്പെട്ട കാര്യം ആക്സസിബിൾ ഇന്ത്യ ക്യാമ്പയിൻ എന്ന് പറയുന്നുണ്ട്. പിന്നെ അടുത്തത് റൈറ്റ്സ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് 2016. ഇതും ഒരു പ്രധാനപ്പെട്ട ആക്ടാണ്. റൈറ്റ്സ് ഓഫ് ഡിസബിലിറ്റി ആക്ട് 2016 എന്താണ് ഈ ആക്സസിബിൾ ഇന്ത്യ? ആക്സസിബിൾ ഇന്ത്യ ക്യാമ്പയിൻ ഇതും പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. എന്താണ് ഈ ആക്സസിബിൾ ഇന്ത്യ ക്യാമ്പയിൻ എന്ന് പറയുന്നത്? ഇതൊരു തരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന് വേറെ പേരും കൂടെ ഉണ്ട്. സുഗമ്യ ഭാരത് അഭിയാൻ എന്നും വിളിക്കുന്നുണ്ട് ഇതിന്. ഇറ്റ്സ് ഓൾസോ കോൾഡ് സുഗമ്യ ഭാരത് അഭിയാൻ. ഞാൻ ഇത്രയും ഇത് ഒരുപാട് പോയിന്റ്സ് ഉണ്ട് കേട്ടോ. സുഗമ്യ ഭാരത് അഭിയാൻ എന്ന് വിളിക്കുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് പബ്ലിക് പ്ലേസസിൽ, അതായത് ഇത് ആക്സസിബിൾ ഇന്ത്യ ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എംപവർമെന്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ആണ്. അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് എംപവർമെന്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി. ശരിക്കും ഏത് മിനിസ്ട്രിയുടെ കീഴിലാണെന്ന് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇത് ആക്ച്വലി മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസിന്റെ കീഴിലാണ് വരുന്നത്. മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റിന്റെ കീഴിലാണ്. അങ്ങനെ ഒരു മിനിസ്ട്രി ഉണ്ടല്ലോ, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റിന്റെ കീഴിലാണ് വരുന്നത്. ഈ ആക്സസിബിൾ ഇന്ത്യ ക്യാമ്പയിൻ എന്ന് പറയുമ്പോൾ പബ്ലിക് സ്പേസസിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള ഫെസിലിറ്റീസ് എല്ലാം വേണം എന്ന് പറയുന്ന ഇതാണ് പറയുന്നത്. നമുക്ക് അത്രയും ആക്സസിബിൾ ആയിരിക്കണം, ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്കും അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാവണം എന്നാണ് ഈ ആർട്ടിക്കിൾ ഏറ്റവും കൂടുതൽ പറയുന്നത്. അപ്പോൾ ആ രണ്ട് കാര്യങ്ങളും മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇനി അങ്ങോട്ട് പറയുന്നുണ്ട് സബ് ടൈറ്റിലും ഓഡിയോ ഡിസ്ക്രിപ്ഷൻസ് ഇനി വരാൻ പോകുന്ന OTT പ്ലാറ്റ്ഫോംസിലൊക്കെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൊണ്ടുവരണം എന്നാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടിയെന്ന് വിചാരിക്കുന്നു. പ്രധാനപ്പെട്ട ആക്സസിബിൾ ഇന്ത്യ ക്യാമ്പയിൻ ഒക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ പ്രധാനപ്പെട്ടത് ഇതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ടെക് ആസ്പെക്റ്റ് ആണ്. ഈ ഇതിൽ എടുത്തു പറയുന്നത് പാരാലിമ്പിക്സ് ആണ്. ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി നടത്തിയ ഒളിമ്പിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ പാരാലിമ്പിക്സിൽ ഇന്ത്യ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു. ഈ പലപ്പോഴും ഈ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളിൽ ICMR ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഭയങ്കരമായ കോൺട്രിബ്യൂഷൻ ഉണ്ട്. AT എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അസിസ്റ്റീവ് ടെക്നോളജി. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത്തരം ആൾക്കാർക്ക് അസിസ്റ്റീവ് ടെക്നോളജി ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ സ്മാർട്ട് കെയിൻ, ഇതൊരു ഡിവൈസ് പോലത്തെ ഒരു സാധനമാണ് സ്മാർട്ട് കെയിൻ. അതേപോലെ ടാക്ക് റീഡ് കേൾക്കാൻ പറ്റുന്ന ആൾക്കാർക്ക്, ചെവി കണ്ണ് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കെല്ലാം അസിസ്റ്റീവ് ടെക്നോളജി എന്ന് പറയുമ്പോൾ ടെക്നോളജി ഉപയോഗിച്ചിട്ട്, ഗാഡ്ജറ്റ്സും ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഇവരുടെ ഡിസബിലിറ്റിയെ മറികടക്കാൻ അവരെ സഹായിക്കുന്നതാണ് ഇത്തരം ഗാഡ്ജറ്റ്സുകൾ. അപ്പോൾ ഡെഫിനറ്റ്ലി ഇതിനകത്ത് പറയുന്നത് അസിസ്റ്റീവ് ടെക്നോളജി ഇന്നോവേഷൻസിനെ കുറിച്ചാണ്. ഡിസേബിൾഡ് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് അസിസ്റ്റഡ് ടെക്നോളജി ഇന്നോവേഷൻസ് ആണ്. ഇതൊക്കെ മെയിൻസിന് ചോദിച്ചാൽ എഴുതണേ. ഇതൊക്കെ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർത്ത് വെച്ചോ. ഇപ്പോൾ മനസ്സിലായി എന്തുകൊണ്ടാണ് ഹിന്ദു വായിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആവുന്നത്. മറ്റൊരു പത്രത്തിലും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ പരീക്ഷയ്ക്കുള്ള പോയിന്റ്സ് കിട്ടില്ല. അപ്പോൾ പാരാലിമ്പിക് ഗെയിംസിന്റെ കാര്യം പറയുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പറയുന്നത് UN കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട ICMR ഹാസ് ലോഞ്ച്ഡ് ദ നാഷണൽ ലിസ്റ്റ് ഓഫ് എസെൻഷ്യൽ അസിസ്റ്റീവ് പ്രൊഡക്ട്സ്. ICMR കൊണ്ടുവന്നതാണ് ഇത്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് കൊണ്ടുവന്നതാണ്. ലൈഫ് ചേഞ്ചിങ് ഡിവൈസസ് കൊണ്ടുവരുന്നുണ്ട്. സ്മാർട്ട് കെയിൻ, വിഷ്വൽ ഇമ്പയർഡ് ആൾക്കാർക്ക് ടാക്ക് റീഡ്, ഡിജിറ്റൽ ടെക്സ്റ്റ് റീഡർ. IIT ആയിട്ടൊക്കെ കൊളാബറേറ്റ് ചെയ്ത് ഒരുപാട് സാധനങ്ങളുണ്ട്. അതേപോലെ നാഷണൽ ലിസ്റ്റ് ഓഫ് എസെൻഷ്യൽ അസിസ്റ്റീവ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതേപോലെ ഇതൊക്കെ ഓർത്ത് വെക്കേണ്ടതാണ്. പിന്നെ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് ബിറാക്ക് എന്താണെന്നുള്ള ചോദ്യമുണ്ട്. വാട്ട് ഈസ് ബിറാക്ക്? അപ്പോൾ ഈ അസിസ്റ്റീവ് ടെക്നോളജി എന്ന് പറയുമ്പോൾ ഈ AT ഇങ്ങനെ ഒരു ടെക്നോളജി ഉണ്ടാക്കണമെങ്കിൽ ആരെങ്കിലും ഉണ്ടാക്കണ്ടേ? അവിടെയാണ് സ്റ്റാർട്ടപ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. ഇന്ത്യയിൽ ഒരുപാട് സ്റ്റാർട്ടപ്സ് ഇതേപോലെ അസിസ്റ്റീവ് ടെക്നോളജി ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഫണ്ട് കിട്ടാം. ഗവൺമെന്റ് നിങ്ങൾ ഫണ്ട് തന്നെ സഹായിക്കാം. അങ്ങനെ സഹായിക്കുന്നതാണ് ബിറാക്കിന്റെ സോഷ്യൽ ആൽഫ ക്വസ്റ്റ് ഫോർ അസിസ്റ്റഡ് ടെക്നോളജി. ഇതൊരു ഫണ്ട് കൊടുക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ചോദ്യം എന്താണ് ബിറാക്ക്? നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ബിറാക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്, ഇതിനകത്ത് ബിറാക്ക് എന്താണെന്ന് പറയുന്നില്ല, ജസ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ബിറാക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ബയോടെക് ഇൻഡസ്ട്രി റിസർച്ച് അസിസ്റ്റീവ് സൊല്യൂഷൻസ് എന്നാണ്. അതായത് ബിറാക്ക് ബയോടെക്നോളജി ഇൻഡസ്ട്രിയൽ റിസർച്ച് അസിസ്റ്റീവ് AT സൊല്യൂഷൻസ്, അതാണ് ബിറാക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതൊരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു ഏജൻസിയാണ്. ബയോടെക്നോളജിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഏജൻസിയാണ് ബിറാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക, ബിറാക്ക് ഇതാണ്. പിന്നെ അതേപോലെ തന്നെ ആറ്റ് വരൻ ഇന്ത്യ ആക്സിലറേറ്റർ, സ്റ്റാർട്ടപ്സിന് ഫണ്ട് കൊടുക്കുന്ന ഇതാണ് ആറ്റ് വരൻ.
അപ്പോൾ നാളെ ചോദിക്കുകയാണ് ആക്ട് വരെ എന്ന് പറയുമ്പോൾ ഈ ബ്രാക്കറ്റിൻ്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ 50 ലക്ഷം രൂപ ഗ്രാൻഡൊക്കെ കിട്ടാട്ടോ. അപ്പോൾ ഇതും ഓർത്ത് വെക്കുക. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇന്ന് എടുത്തു പറഞ്ഞത്. പരീക്ഷയ്ക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട് ഇതൊക്കെ ഒരു ചോദ്യമായിട്ട് കാണുക, ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇത്രയും സമയമെടുത്ത് ഞാനിത് പഠിപ്പിച്ചത്. കാരണം നമ്മൾ പഠിക്കാതിരിക്കുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല, നിങ്ങളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, പിന്നെ അടുത്തത് പ്രൊട്ടസ്റ്റേഴ്സ് ബാർജ് ഇൻ ടു ബാംഗ്ലാദേശ് മിഷൻ ഇൻ അഗർത്തല ആൻഡ് പുൾ ഡൗൺ ഫ്ലാഗ്. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ എംബസി ഉണ്ട്. ഇത് വേറൊന്നുമല്ല, ഇന്ത്യയിൽ തന്നെ ബാംഗ്ലാദേശ് എംബസി ഉണ്ടല്ലോ, എപ്പോഴും അങ്ങനെയാണല്ലോ. അപ്പോൾ ഇത് ഇന്ത്യയാണ്, ഈ എംബസി ഇത് ഇന്ത്യയിലുള്ള എംബസിയാണ്. അപ്പോൾ എപ്പോഴും നമുക്ക് ഇതാണ് ബാംഗ്ലാദേശിൻ്റെ എംബസി. അപ്പോൾ ഇത് ഡൽഹിയിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ മിഷൻ ഇൻ അഗർത്തല എവിടെയാണെങ്കിലും എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ എപ്പോഴും പറയാറുണ്ട്, എംബസിക്കെതിരെ അറ്റാക്ക് നടത്തി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അല്ലെങ്കിൽ എംബസി ഇൻ ദ സെൻസ് അവരെ ഡിപ്ലോമാറ്റ്സിനെതിരെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല. ബാംഗ്ലാദേശിയാണ്, അപ്പോൾ ബാംഗ്ലാദേശി ഡിപ്ലോമാറ്റ്സിനെതിരെ അറ്റാക്ക് നടത്തി കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. പാകിസ്ഥാനെതിരെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഓടിപ്പോയിട്ട് പാകിസ്ഥാൻ എംബസിയുടെ മുമ്പിൽ പ്രശ്നം ഉണ്ടാക്കും, ആൾക്കാർ കല്ലെറിയും. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ബാംഗ്ലാദേശ് മിനിസ്ട്രി കാരണം അവരുടെ സെക്യൂരിറ്റി ഇന്ത്യൻ ഗവൺമെന്റ് ഉത്തരവാദിത്തമാണ്. അപ്പോൾ അങ്ങനെ ചെയ്തത് അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പാടില്ലെന്നാണ് പറയുന്നത്. കണ്ടോ, MEA മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഹാസ് റീറ്ററേറ്റഡ് ഇന്ത്യസ് കമ്മിറ്റ്മെന്റ് to uphold the sanctity of diplomatic premise and promised enhanced security of the diplomatic missions in Bangladesh and India. അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതിൽ എടുത്തു പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനത്തെ ഇഷ്യൂ വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് വാട്ട് ഈസ് വിയന്ന കൺവെൻഷൻ. വെരി ഇമ്പോർട്ടൻറ്റ്, പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. വാട്ട് ഈസ് വിയന്ന കൺവെൻഷൻ ഓൺ ഡിപ്ലോമാറ്റിക് റിലേഷൻസ്? ഓർത്ത് വെച്ചോ, പ്രിലിംസിനും മെയിൻസിനും ചോദിക്കാം. ഈ ഡിപ്ലോമാറ്റ്സിന് വേണ്ടി രണ്ട് രാജ്യങ്ങൾ, ഏകദേശം 193 രാജ്യങ്ങൾ സൈൻ ചെയ്തൊരു ഫ്രെയിംവർക്കാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻസിന് വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട ഫ്രെയിംവർക്കാണ് വിയന്ന കൺവെൻഷൻ. സോ നെക്സ്റ്റ് ടൈം വെൻ യു സീ വിയന്ന കൺവെൻഷൻ, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഡിപ്ലോമാറ്റിക് അറേഞ്ച്മെന്റ്സിന് ഒരു ഫ്രെയിംവർക്കാണ് വിയന്ന കൺവെൻഷൻ. ഏകദേശം ഞാൻ പറഞ്ഞില്ല 193 രാജ്യങ്ങളോളം വന്നിട്ടുണ്ട്. 1961 വിയന്ന കൺവെൻഷൻ വരുന്നത്. 1964 തൊട്ട് it has come into force. So please remember, whenever you see a dispute happening between two countries, please try to remember the Vienna Convention, a diplomatic relations framework. Okay, അത് ഓർത്ത് വെക്കാൻ നോക്കുക. പൊളിറ്റിക്കൽ വാർത്തയിൽ സാമ്പൽ ഓൾറെഡി നമുക്കറിയാം, അവിടെ പ്രശ്നം നടക്കുന്നുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വാർത്തയാണ്. ഇന്നത്തെ വാർത്തയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നോ വോട്ടർ മസ്റ്റ് ബി ടേൺ ഡൗൺ, സുപ്രീം കോർട്ട് ടെൽസ് ഇലക്ഷൻ കമ്മീഷൻ ഓവർ വോട്ടർ ലിമിറ്റ്. അതായത് പോളിംഗ് സ്റ്റേഷൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. ഒരു പോളിംഗ് സ്റ്റേഷനിൽ പണ്ട് 1200 പേർക്ക് ഒരു പോളിംഗ് സ്റ്റേഷൻ എടുക്കാം അർബൻ ഏരിയാസിലും. പിന്നീട് അതേപോലെ തന്നെ നമ്മൾ ഇവിടെ വരുന്ന സമയത്ത് ഏകദേശം 1400 റൂറൽ ഏരിയാസിലും നമുക്ക് കാണാൻ പറ്റും. സോറി, ഐ തിങ്ക് തിരിച്ചാണെന്ന് തോന്നുന്നു. ആക്ച്വലി എനിക്ക് തോന്നുന്നു റൂറൽ ഏരിയാസിൽ എനിക്ക് തോന്നുന്നു ഏകദേശം 1200 ആ കണക്കെൻ്റെ ഓർമ്മയിൽ 1200 1400 വരെ പറ്റും. പക്ഷെ ഇനി മുതൽ ഒരു പോളിംഗ് സ്റ്റേഷൻ ഉണ്ടെങ്കിൽ 1500 പേരുടെ ലിമിറ്റിലാണ് അത് പോകുന്നത്. പക്ഷെ പ്രശ്നം പറ്റുന്നതെന്ന് വെച്ചാൽ ഇലക്ഷൻ കമ്മീഷന് കോസ്റ്റ് കട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ആൾക്കാർ പരാതി പറയുന്നുണ്ട്, ലോങ് ക്യൂ ഉണ്ടാവും, ആൾക്കാർ ഇങ്ങനെ വലിയ നീണ്ട ക്യൂവിൽ വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. അതൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ട് ആണെന്നാണ് പറയുന്നത്. എന്തായാലും ഇതിനെക്കുറിച്ച് ചർച്ചയുണ്ട്. ഇങ്ങനെ നിൽക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ലിമിറ്റ് കൊണ്ടുവരുന്നത് ശരിയാണോ? പക്ഷേ ഈ election to provide sufficient number of polling station every constituency. അപ്പോൾ ഇതിൽ എടുത്തു പറയേണ്ടത് എന്താണ് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട്, RPA ആക്ട് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇലക്ഷൻ സമയത്ത് നമുക്ക് UPSCക്ക് ആവശ്യമുള്ളത് നോ വാട്ട് ഈസ് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട്, എന്താണ് RPA ആക്ട് എന്ന് പറയുന്നത്, ഇതിൻ്റെ പ്രൊവിഷൻസ് എന്താണ്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചാൽ തന്നെ വലിയ മാറ്റം നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ മാൻഡേറ്റിലാണ് പോകുന്നതെന്ന് പറയുന്നുണ്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വാർത്ത. പിന്നെ കോടതിയിൽ മുറിയിൽ കൊണ്ടുവന്ന സുപ്രീം കോടതിയുടെ അസോസിയേഷൻ പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റിസ് ചന്ദ്രചൂഡ് ഉണ്ടായിരുന്ന സമയത്ത് അവിടുത്തെ ബിൽഡിങ്ങിൽ എന്തോ മാറ്റം വന്നിട്ടുണ്ട്. ഓപ്പൺ എയർ കോറിഡോറിൽ എന്തോ 3 സ്റ്റോറി ബിൽഡിങ്ങിൽ അവിടുത്തെ നാഷണൽ മ്യൂസിയം കൊണ്ടുവന്നതും ഇതിലെന്തോ ഒരു ചെറിയ മാറ്റം അവിടുത്തെ കോർട്ട് ബിൽഡിങ്ങിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിപ്പോഴത്തെ ചീഫ് ജസ്റ്റിസിൻ്റെ അടുത്ത് ഒന്ന് മാറ്റാൻ പറയണമെന്നില്ലേ. ചെറിയ വാർത്തയാണ്, അത് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ പ്രധാനപ്പെട്ട ഡിഫൻസിൻ്റെ വാർത്ത. ഡിഫൻസ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഫ്രാൻസിൻ്റെ കയ്യിൽ നിന്ന്, പിന്നെ നമ്മൾ റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ റഫേൽ എംജെറ്റ്സും സ്കോർപിയൻ സബ്മറീനും നമ്മൾ ഫ്രാൻസിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ പോവുകയാണ്. അപ്പോൾ ദാറ്റ് ബ്രിങ്സ് എസ് റാഫേലും സ്കോർപിയൻ എന്നൊക്കെ സബ്മറീൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നേവി കോമ്പാറ്റിന് വേണ്ടി, നേവിക്കും ഫൈറ്റർ ജെറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണല്ലോ, ജെറ്റ് വേണമല്ലോ, നേവൽ സ്ട്രിപ്പിലും നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് നോക്കേണ്ടത് ഇതിന് പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ ഞാൻ ഇതിനകത്തുനിന്ന് പറഞ്ഞുതരാം. നമ്മളിതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ആദ്യം റഫേൽ ജെറ്റ്സ് വേണം. ഏകദേശം
$2 ബില്യൺ ഇതിനു വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്നത്. $2 ബില്യൺ നമുക്ക് സബ്മറീനും റാഫേൽ ജെറ്റ്സും ഇതേപോലത്തെ എം ജെറ്റ്സും സ്കോർപിയൻ സബ്മറീൻസും വേണ്ടത്. വെള്ളത്തിനടിയിലൂടെ പോകുന്നതാണല്ലോ സബ്മറീൻ എന്ന് പറയുന്നത്, അത് വേണ്ടത്. അപ്പോൾ ഓൾറെഡി ഒരു ക്യാബിനറ്റ് കമ്മിറ്റി, നമ്മുടെ CCS ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി, ഇത് അപ്രൂവ് ചെയ്യാണ്. ഇത്രയും കോടി $2 ബില്യൺ കൊടുത്തിട്ട് നമുക്ക് ഇത്രയും ജെറ്റ്സും സബ്മറീനും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നതെന്ന് പറയുന്നത് നമുക്കിതിനകത്ത് എടുത്തു പറയാവുന്ന കാര്യം മസഗൺ ഡോക്കാണ്. ഇത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? മസഗൺ ഡോക്ക് ഷിപ്പ് ബിൽഡിംഗ് ലിമിറ്റഡ്. ഇവരും ഇൻഡിജിനസ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. മസഗൺ ഷിപ്പ് ബിൽഡിംഗ് ഡോക്കും ഇതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ആൻഡ് പിന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് എടുത്തു പറയേണ്ടത് എന്താണ് SSBN. നമ്മുടെ ന്യൂക്ലിയർ സബ്മറീനെ കുറിച്ച് ഈ ആർട്ടിക്കിൾ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ SSBN. അബ്രിവേഷൻ നോക്കി കൺഫ്യൂഷൻ ആവണ്ട. SSBN ഉദ്ദേശിക്കുന്നത് എന്താണെന്നൊരു ക്ലാരിറ്റി നമുക്ക് ഇവിടെ കൃത്യമായിട്ട് വേണം. SSBN ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവിടെ SSBN ഉദ്ദേശിക്കുന്നത് ന്യൂക്ലിയർ ബാലിസ്റ്റിക് മിസൈൽ സബ്മറീൻ ആണ്. ന്യൂക്ലിയർ ബാലിസ്റ്റിക് മിസൈൽ സബ്മറീൻ, അതായത് നമുക്ക് ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന ന്യൂക്ലിയർ പവർഡ് സബ്മറീൻ ആണ്. അപ്പോൾ അതാണ് SSBN ഉദ്ദേശിക്കുന്നത്. അതിൽ ആദ്യം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് INS അരിഹന്ത് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂക്ലിയർ പവർഡ് സബ്മറീൻ ആണ് INS അരിഹന്ത്. ഇന്ത്യയുടെ ആദ്യത്തെ SSBN ആണ്. SSBN എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആദ്യം SSBN ഉദ്ദേശിക്കുമ്പോൾ എന്താണ്? ന്യൂക്ലിയർ ബാലിസ്റ്റിക് സബ്മറീൻ ഉള്ള മിസൈൽ ഉള്ള സബ്മറീൻ ഉള്ള സാധനമാണ് അരിഹന്ത് എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നതാണ് INS അരിഘാട്ട്. അരിഹന്തിന്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷനാണ് INS അരിഘാട്ട്. ഇതും പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും SSBN തന്നെയാണ്. അരിഘാട്ടും SSBN തന്നെയാണ്. ഈ അടുത്ത് അരിഘാട്ട് ചെക്ക് ചെയ്തത് നിങ്ങൾ വാർത്തയിൽ കണ്ടിട്ടുണ്ടാവും. ദ ലോഞ്ച് ദ K4 എന്ന് പറയുന്ന ഒരു സംഭവം അവർ ലോഞ്ച് ചെയ്തു. K4 എന്ന് പറഞ്ഞൊരു സംഭവം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ പഠിക്കാനുണ്ട്. നമുക്ക് ഓരോ പോയിന്റ് ആയിട്ട് ജസ്റ്റ് നോക്കിപ്പോൾ, ഫ്രാൻസിനടുത്ത് നിന്ന് റാഫേൽ ജെറ്റ് വേണമെന്ന് പറഞ്ഞു. 26 റാഫേൽ ജെറ്റാണ് നമുക്ക് വേണ്ടത്. ക്യാബിനറ്റ് കമ്മിറ്റി അപ്രൂവൽ ഞാനിപ്പോൾ പറഞ്ഞു തന്നു. മാസഗോൺ ഡോക്ക് ബിൽഡേഴ്സും വിച്ച് ഇസ് ബിൽഡിംഗ് വിത്ത് ദം. ഫ്രാൻസിന്റെ കൂടെ നമ്മുടെ മാസഗൺ ഡോക്ക് MDL എന്ന് പറഞ്ഞ സ്ഥാപനം കൂടെ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. സോ പ്ലീസ് ലുക്ക് അറ്റ് ഇറ്റ്. എന്താണ് ന്യൂക്ലിയർ ബാലിസ്റ്റിക് മിസൈൽ സബ്മറീൻ? അതാണ് SSBN. INS അരിഹന്ത് ഹാസ് ഡൺ എ നമ്പർ ഓഫ് പെട്രോൾസ്. അരിഹന്ത് കഴിഞ്ഞാൽ പിന്നെ അരിഘാട്ടാണ്. ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പ്രധാനപ്പെട്ട ട്രയൽ, ഈ അടുത്ത് ക്യാരി ചെയ്ത ട്രയലിനെ കുറിച്ചിട്ട് ഇവർ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇറ്റ് ഹസ് ഡൺ K4 SLBM. ഈ അടുത്ത് നടത്തിയ ഒരു ട്രയലാണ് അരിഘാട്ട് നടത്തിയത്. 3500 കിലോമീറ്ററിന്റെ ട്രയലാണ് ഇവിടെ പറയുന്നത്. SLBM ട്രയൽ ഇവിടെ പറയുന്നുണ്ട്. സോ യു ഹാവ് ടു ഹാവ് എൻ ഐഡിയ ഓൺ ദാറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരേണ്ടത്. അപ്പോൾ എന്താണ് അരിഘാട്ട്, ഇതിനെക്കുറിച്ചിട്ടൊക്കെ നല്ലൊരു ക്ലാരിറ്റി ഇവിടെ ഉണ്ടാക്കിയെടുക്കണം. പിന്നെ അഗെയിൻ ഇതിനകത്ത് നിന്ന് ആവശ്യമുള്ളത് ഫാമേഴ്സ് സ്റ്റേജ് പ്രൊട്ടസ്റ്റ് ഇൻ ഡൽഹി ബോർഡേഴ്സ്, MSP കോമ്പൻസേഷൻ. ഫാമേഴ്സ് ഇവിടെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് MSP കുറിച്ച് തന്നെയാണ്, മിനിമം സപ്പോർട്ട് പ്രൈസ്. അപ്പോൾ നമ്മൾ സിവിൽ സർവീസിന് പോയിട്ട് ബാക്കി പഠിക്കേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണത്. എന്താണ് മിനിമം സപ്പോർട്ട് പ്രൈസ്? ഗവൺമെന്റ് എല്ലാ ക്രോപ്സിനും ഒരു വില കൊടുക്കുന്നുണ്ട്. സോ ദാറ്റ് അവർ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഭാഗമായിട്ടും ഇതായിട്ടും വില താഴ്ന്നു പോകേണ്ട ഒരു മിനിമം പ്രൈസ് നമ്മൾ ഗവൺമെന്റ് അവർക്ക് കൊടുക്കും. സോ ഫാർമേഴ്സിന് എപ്പോഴും ഒരു പ്രൈസ് കിട്ടും. അല്ലാതെ മാർക്കറ്റ് ഡിമാൻഡ് അനുസരിച്ച് പ്രൈസ് കൂടുകയും താഴുകയോ ഒന്നുമല്ല ചെയ്യുന്നത്. മിനിമം പ്രൈസ് ഗവൺമെന്റ് കൊടുക്കും. അതാണ് മിനിമം സപ്പോർട്ട് പ്രൈസ്. ഏകദേശം നമ്മൾ പറയാം 23 ക്രോപ്പിന് കിട്ടുന്നു. അപ്പോൾ ശരിക്കും ഇന്നത്തെ ഡേറ്റ് വെച്ചിട്ട് എത്ര ക്രോപ്സിന് ഇത് കൊടുക്കുന്നുണ്ട്? എല്ലാ ക്രോപ്സിനും കൊടുക്കണമെന്നാണ് ഗവൺമെന്റ് ഒരു ഡിമാൻഡ്, പ്രധാനപ്പെട്ട ഡിമാൻഡാണ്. എല്ലാ ക്രോപ്സിനും മിനിമം MSP കൊണ്ടുവരണം. വെറും 20, 25, 23 ക്രോപ്സിന് വേണ്ടി ആകരുത് എന്നാണ് ഇവർ ഇതിനകത്ത് പ്രധാനപ്പെട്ട പറയുന്നത്. അതിനുവേണ്ടി ഒരു സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ ഹാവ് എൻ ഐഡിയ. പിന്നെ സാമ്പാൽ ഇലക്ഷനിലെ സംഭവം, പിന്നെ അസംബ്ലിയിലും ഇതേപോലെ സാമ്പാലിന് പള്ളി അമ്പലമാക്കണമെന്നുള്ള ഡിസ്കഷൻ അവിടെയും പ്രധാനമായിട്ട് നടക്കുന്നുണ്ട്. ബാക്കിയെല്ലാം പൊളിറ്റിക്കൽ വാർത്തകളാണ്. ഞാൻ അത്രയും എഫേർട്ട് അതിനകത്ത് എടുക്കുന്നില്ല. പ്രൈം മിനിസ്റ്റർ വാച്ചസ്, പ്രൈം മിനിസ്റ്ററും ഡിഫൻസ് മിനിസ്റ്റർ എല്ലാവരും കൂടി ഇരുന്ന സിനിമ ഇത് കാണുന്നുണ്ട്. ദേ വാച്ച് ദ ഫിലിം സബർമതി എക്സ്പ്രസ് വിച്ച് ഇസ് കോൾഡ് സബർമതി റിപ്പോർട്ടാണ് കാണുന്നത്. അവരെല്ലാവരും കൂടെ കാണുന്ന ഒരു സംഭവമാണ്. പ്രൈം മിനിസ്റ്റർ നല്ലതായിട്ട്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ചില നാടകങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ റിയലിസ്റ്റിക് ആയിട്ട് കാണിക്കണം നമ്മൾ വിശ്വസിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഒരാൾ നാടകം കളിച്ച സമയത്ത്, സ്റ്റേജിൽ പെർഫോം ചെയ്ത സമയത്ത് കുറച്ച് കൂടുതൽ റിയലിസ്റ്റിക് ആയിപ്പോയി. ഇദ്ദേഹം വേറൊന്നുമില്ല, ഡ്യൂറിങ് ദ പ്ലേ രാമായണത്തിനെ കുറിച്ചിട്ട് എന്തോ സംഭവം കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇദ്ദേഹം ലൈവായിട്ട് ഒരു പിഗിനെ, ട്രഡീഷണൽ പെർഫോമൻസ് ആണ്, ഒരു പിഗിനെ, ശരിക്കും പിഗിനെ കൊണ്ടുവന്ന് പിഗിനെ കൊന്നു, പിഗിന്റെ മീറ്റ് സ്റ്റേജിൽ വെച്ചിട്ട് തന്നെ കഴിച്ചു. സോ അത് ചെയ്യാൻ പാടില്ല. റിയലിസ്റ്റിക് ആയിട്ട് കുറച്ച് കൂടിപ്പോയി. അപ്പം തന്നെ ആൾ മുങ്ങി. ആളെ നാടകത്തിനിടയ്ക്ക് തന്നെ മുങ്ങി, കുറച്ച് റിയലിസ്റ്റിക് ആയിപ്പോയി. അതാണ് പിന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട വാർത്ത. പിന്നെ അടുത്തത്, പുടിൻ ഇന്ത്യയിൽ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പുടിൻ ഇസ് പ്ലാനിങ് ടു കം ടു ഇന്ത്യ. സോ പുടിൻ്റെ വിസിറ്റ് ഡെഫിനറ്റ് ആയിട്ടും ഫസ്റ്റ് ടൈം
റഷ്യ യുക്രൈൻ വാർ നടന്നിട്ട് ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ പുടിൻ ഇന്ത്യയിൽ വരുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഡെഫിനറ്റ്ലി എക്കണോമിക് റോഡ് മാപ്പ് ഓഫ് 2030 എന്ന് പറഞ്ഞൊരു മാപ്പ് നമുക്കുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യ റഷ്യ റിലേഷൻ ചോദിക്കുമ്പോൾ യു ഷുഡ് ബി ഹാവിങ് എ റിയൽ ഗുഡ് ഐഡിയ അബൌട്ട് വാട്ട് ഈസ് ന്യൂ എക്കണോമിക് റോഡ് മാപ്പ്. എന്താണ് ഈ ന്യൂ എക്കണോമിക് റോഡ് മാപ്പ് എന്നുള്ളത് വളരെ ക്ലീൻ ആയിട്ട് മനസ്സിലാക്കണം. ഇവരിവിടെ വരുന്നുണ്ട്, അപ്പോൾ ഒരുപാട് മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ റഷ്യയിൽ വരുന്നതിനെക്കാട്ടും കൂടുതൽ നമ്മുടെ ഡീലുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ എനർജി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലാൻ ചെയ്യുന്നത് ഏകദേശം $100 ബില്യൺ നമ്മൾ ട്രേഡ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ട്രേഡ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് $100 ബില്യൺ ആണ് നമ്മുടെ ട്രേഡ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് ഇപ്പോൾ ഫാർ ഈസ്റ്റിലേക്കുള്ള NSR നോർത്തേൺ സീ റൂട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ്. ഇന്ത്യയും റഷ്യയും കൂടെ ഒരുപാട് റൂട്ട്സ് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. നോർത്തേൺ സീ റൂട്ട്, ഫാർ ഈസ്റ്റിലേക്ക് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ ക്രൂഡ് ഓയിൽ ഏകദേശം എനിക്കൊന്ന് ഇപ്പോഴത്തെ ഇത് വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് $60 ബില്യണോളം നമ്മുടെ ക്രൂഡ് ഓയിൽ മാത്രം വരുന്നുണ്ട്. നമ്മുടെ ട്രാൻസാക്ഷൻ ഇവരുടെ ആയിട്ടുള്ള ട്രേഡിംഗ് ആയിട്ട് വരുന്നതില്ലേ അത്രയും ഇതിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചെന്നൈ വ്ളാഡിവോസ്റ്റോക്ക് കോറിഡോർ, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചെന്നൈ വ്ളാഡിവോസ്റ്റോക്ക് കോറിഡോർ, സോ യു ഷുഡ് ബി നോയിങ് വാട്ട് ഈസ് ചെന്നൈ വ്ളാഡിവോസ്റ്റോക്ക് കോറിഡോർ. ഇതിനു വേണ്ടിയും ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. അതേപോലെ ഫാർ ഈസ്റ്റിലേക്കും നമ്മൾ ഒരുപാട് പോകുന്നുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ ഇതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നല്ലൊരു ഡിസ്കഷൻ റഷ്യൻ റിലേഷനായിട്ട് നമുക്ക് അങ്ങനെ ഒരു എക്കണോമിക് റോഡ് മാപ്പിൻ്റെ കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ. ട്രേഡ് കൂട്ടണം, ഇതൊക്കെയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. സോ നാളെ ഇന്ത്യ റഷ്യ റിലേഷൻ വരുമ്പോൾ മേക്ക് ഷുവർ യു റൈറ്റ്. നിങ്ങളുടെ മെയിൻസ് ഒക്കെ എഴുതുന്ന സമയത്ത് ഈ വാക്ക് നിങ്ങളുടെ ആൻസറിൽ ഉണ്ടായിരിക്കണം. എക്കണോമിക് റോഡ് മാപ്പ് ഓഫ് 2030 ഉറപ്പായിട്ടും നല്ല മാർക്ക് കിട്ടും. ട്രസ്റ്റ് മീ, വർക്ക് ഓൺ ദാറ്റ്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഓക്സ്ഫോർഡ് സ്റ്റഡി ലോട്ട്സ് പ്രഗതി സിസ്റ്റം ഫോർ ഫാസ്റ്റ് ട്രാക്കിംഗ് പ്രോജക്ട്സ്. നമ്മുടെ ഗവർണൻസ് സിസ്റ്റം ഒക്കെ എഴുതുമ്പോഴും പബ്ലിക് അഡ്മിനിസ്ട്രേഷനൊക്കെ നമുക്ക് കൊണ്ടുവരുമ്പോൾ എങ്ങനെയാണ് ശരിക്കും ഒരു സംഭവം നമ്മൾ ശരിക്കും സിമ്പിൾ കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ പ്രഗതി പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട്. അപ്പോൾ എന്താണ് പ്രഗതി എന്ന് പറയുന്നത് വളരെ ക്ലീൻ ആയിട്ട് നമുക്ക് മനസ്സിലാക്കണം. സോ വാട്ട് യു മീൻ ബൈ പ്രഗതി? യു ക്യാൻ ചെക്ക് ഇറ്റ്. പ്രഗതി ഈസ് എൻ ആക്രോണിം, പ്രൊവാക്റ്റീവ് ഗവർണൻസ് ആൻഡ് ടൈംലി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പ്രൊജക്ട്സ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഗവർണൻസ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു മോഡലാണ് പ്രഗതി. ഇതിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത് ഇന്ത്യയുടെ ഓവർകമ്മിങ് ബ്യൂറോക്രാറ്റിക് ഇനേഷ്യ. സാധാരണ രീതിയിൽ നമ്മളൊരു പ്രൊജക്റ്റ്, ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് തുടങ്ങണം, ഇങ്ങനെ ഒരു പ്രൊജക്റ്റ്, വലിയ പ്രൊജക്റ്റ്, എങ്ങനെ ഒരു പ്രൊജക്റ്റ് നമുക്ക് തുടങ്ങണം. ഈ പ്രൊജക്റ്റ് തുടങ്ങി എടുക്കുമ്പോൾ തന്നെ ഈ പ്രൊജക്റ്റ് തുടങ്ങി ഇവിടെ എത്തിക്കഴിഞ്ഞാലേ ഇത് ഓപ്പൺ ആവുള്ളൂ. ശരിക്കും ഈ പ്രൊജക്റ്റ് ഇവിടെ നിന്ന് വിഷ്വലൈസ് ചെയ്ത് ഇതിൻ്റെ പ്ലാനിങ് തൊട്ട് ഇതിങ്ങനെ കൊണ്ടുവന്ന് ഇത് ഓപ്പൺ ആക്കിയെടുത്ത് ശരിക്കും ഇത് ഓപ്പൺ ചെയ്തെടുക്കാൻ തന്നെ വർഷങ്ങൾ വേണ്ടി വരും. കാരണം നമുക്കറിയാം ഗവൺമെൻറ് ഫയല്, ബ്യൂറോക്രാറ്റിക് സെറ്റപ്പ്, ഇതിൻ്റെ ആ നിയമം ശരിയല്ല, അത് ശരിയല്ല, ഈ പ്രൊജക്റ്റ് വരാൻ സമ്മതിക്കില്ല. അപ്പോൾ ശരിക്കും ഇങ്ങനത്തെ പ്രൊജക്റ്റുകൾ ഇന്ത്യയിൽ വൈകുകയാണെങ്കിൽ നമ്മുടെ ഗവർണൻസ് സിസ്റ്റം ഈസ് ഗെറ്റിംഗ് മോർ ആൻഡ് മോർ വീക്കർ. സോ വാട്ട് ഈസ് എ സൊല്യൂഷൻ? പ്രഗതി ഈസ് ക്രിയേറ്റഡ്, ഈസ് എൻവിഷൻ ടു ഓവർകം ബ്യൂറോക്രാറ്റിക് ഇനേഷ്യ. അതാണ് എൻ്റെ വാക്ക്, ബ്യൂറോക്രാറ്റിക് ഇനേഷ്യ. അതായത് ഓൾറെഡി ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഉണ്ട്, ഇത് തുടങ്ങി പ്ലാൻ ചെയ്തു, അപ്പോൾ തന്നെ ഓപ്പൺ ആക്കാനുള്ള ഫെസിലിറ്റി നമ്മൾ കൊണ്ടുപോകണം. അങ്ങനെ വരുമ്പോഴാണല്ലോ ഇത് പ്രധാനപ്പെട്ട. അപ്പോൾ ഓർത്ത് വെക്കുക, പ്രഗതി എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കിതിനകത്ത് ഏറ്റവും കാണാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രൊവാക്റ്റീവ് ഗവർണൻസ് ടൈംലി ഇംപ്ലിമെന്റേഷൻ ഇതാണെങ്കിൽ പോലും ഇതിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സ് ഫാസ്റ്റ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഏറ്റവും കൂടുതൽ ഇത് എക്കണോമിക് ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ വേണ്ടിയാണ് കൊണ്ടുവന്നത്. പക്ഷേ ഇതിനകത്ത് മോണിറ്ററിംഗ് ഇൻഫ്രാസ്ട്രക്ചർ മോണിറ്ററിംഗ് സിസ്റ്റം ഫോർ 340 പ്രൊജക്ട്സ്, ഏകദേശം കണ്ടോ 340 പ്രൊജക്ട്സ്, $205 ബില്യൺ ആണ്. ഈ ട്രാൻസ്ഫോർമേഷന് വേണ്ടി പ്രഗതി വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. സോ ദാറ്റ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സ് ഒക്കെ ഫാസ്റ്റ് ട്രാക്ക് ആയിട്ട് നടക്കും. പ്രഗതിയിൽ ഫാസ്റ്റ് ട്രാക്ക് ആയിട്ട് നടക്കും. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ പ്ലാറ്റ്ഫോം. സ്റ്റേറ്റിൻ്റെയും സെൻറ്ററിൻ്റെയും കാര്യങ്ങളെല്ലാം കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. പ്രൊജക്റ്റുകളെല്ലാം ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ഒരു നല്ലൊരു പ്രോപ്പർ ഇൻറ്റഗ്രേഷൻ ചെയ്തിട്ടുണ്ട് ഒരു പ്ലാറ്റ്ഫോമിൽ. സോ ദാറ്റ് ഈസ് പ്രഗതി. സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഇൻഫ്രാ പ്രൊജക്റ്റും ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ലാൻഡ് അക്വിസിഷൻ, നമുക്ക് സ്ഥലം എടുക്കണമെങ്കിൽ അങ്ങനെ ലാൻഡ് അക്വിസിഷൻ, അതേപോലെ ഇന്റർ മിനിസ്ട്രി കോർഡിനേഷൻ, ഇതെല്ലാം വളരെ സിമ്പിൾ ആക്കാൻ വേണ്ടിയാണ് പ്രഗതി സ്റ്റാൻഡ് ചെയ്യുന്നത്. ഇത്രയും പ്രൊജക്ട്സ് ആക്സിലറേറ്റ് ചെയ്യാനുണ്ടെന്ന് ഓർത്തു. 340 പ്രൊജക്ട്സ്, 205 ബില്യൺ ഇത് കൊണ്ടുവരാൻ നോക്കുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫാസ്റ്റ് ട്രാക്കിംഗ് പ്രൊജക്ട്സ്, റോഡ്, റെയിൽവേ, വാട്ടർ, ഇലക്ട്രിസിറ്റി, ഇതിനകത്ത് പറയുന്നുണ്ട്. സി എ ഗെയിൻ ഒരു ഇൻഫ്രാസ്ട്രക്ചറിലാണല്ലോ ഇത് ഫാസ്റ്റ് ട്രാക്ക് ചെയ്യുന്നത്. ഇതിൽ പറയുന്നൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ഓർത്താൽ മതി. ₹1 സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ ₹1 സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇൻഫ്രാസ്ട്രക്ചറിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ₹2.5 മുതൽ ₹3
3.5 to 2.5 to 3.5 റുപ്പീസ് നമ്മൾ ജി ഡി പിയിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി ഇത് പ്രഗതി വന്നതിന് ശേഷം നല്ലൊരു മാറ്റമാണ്. 1 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറിൽ അത് 2.5-3 രൂപയായി ജി ഡി പിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഒന്നിട്ടപ്പോൾ. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ നിങ്ങൾക്ക് പരീക്ഷയിൽ എഴുതി വെക്കാൻ പറ്റി തന്നെ ഭയങ്കര നല്ലതാണ്. ചെറിയ ആർട്ടിക്കിൾ ആണെങ്കിലും ഒരുപാട് കാര്യങ്ങളുണ്ട്, അതാണ് ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തത്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബൃന്ദ കാരാട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. DOP ഡിപ്പാർട്ട്മെന്റ് ഓഫ് പേഴ്സണൽ ട്രെയിനിങ്ങിന്റെ ലേറ്റസ്റ്റ് ആനുവൽ റിപ്പോർട്ടുണ്ട്. ഈ ലേറ്റസ്റ്റ് ആനുവൽ റിപ്പോർട്ടിൽ ആൾക്കാരുടെ ജോബിന്റെ വേക്കൻസി റിപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം റിപ്പോർട്ട് ചെയ്ത വേക്കൻസി വന്നപ്പോൾ SC/ST ആൾക്കാരുടെ അല്ലെങ്കിൽ റിസർവേഷൻ ഉള്ള ആൾക്കാർ, മൊത്തം ഇന്ത്യയിലെ റിസർവേഷൻ ഉള്ള ആൾക്കാരുടെ ഡേറ്റ വേണ്ട രീതിയിൽ വന്നിട്ടില്ലെന്നാണ് പറയുന്നത്. ആ ഒരു സംഭവമാണ് ഇവിടെ എടുത്തു പറയുന്നത്. ശരിക്കും 30ഓളം ലക്ഷത്തിന് ആൾക്കാർക്ക് മുകളിൽ ഇതിന്റെ വേക്കൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും 19 ലക്ഷമൊക്കെ കാണിക്കുന്നുള്ളൂ. സോ ദാറ്റ് മീൻസ് ഈ റിസർവേഷൻ കാണിക്കുന്നില്ലെങ്കിൽ, ദേ ആർ നോട്ട് ഷോയിങ് റിസർവേഷൻ. ദാറ്റ് മീൻസ് ഇന്ത്യയിലെ റിസർവേഷൻ പോളിസി വേണ്ടത്ര രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നാണ് ബൃന്ദ കാരാട്ടോടെ ചോദിക്കുന്നത്. ഗവൺമെന്റ് ഇറക്കുന്ന ഡേറ്റയിൽ റിസർവേഷൻ കിട്ടേണ്ട ആൾക്കാരുടെ ഡീറ്റെയിൽസ് വരുന്നില്ല. അതും പല സർവീസിലേക്ക്, ഗ്രൂപ്പ് A, ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C, ഗ്രൂപ്പ് D, ഗ്രൂപ്പ് ABCDയിലേക്ക് വരുന്ന ആൾക്കാരിൽ ഇറ്റ് ഇസ് നോട്ട് ഫൗണ്ട്. സോ അപ്പോൾ തന്നെ ചോദിക്കുകയാണ്, ഇത് ശരിക്കും ഒരു അത് വലിയ പ്രശ്നമാണെന്നുള്ള രീതിയിലാണ് ബൃന്ദ കാരാട്ട് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നെ അടുത്തത് മാനുഫാക്ചറിങ് താഴേക്ക് വന്നു എന്നാണ് പറയുന്നത്. ഇതിൽ എടുത്തു പറയുന്ന പ്രധാനപ്പെട്ട കാര്യം നമുക്ക് തന്നെ അറിയാം, പർച്ചേസസ് മാനേജ് ഇൻഡെക്സ് PMI ആണ്. ഞാൻ തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പർച്ചേസസ് മാനേജസ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ കൃത്യമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. മേജർ ആയിട്ടുള്ള കമ്പനീസിന്റെ മാനേജർമാരായിട്ടൊക്കെ ചർച്ച ചെയ്ത് എത്ര ഓർഡർ വന്നു, എത്ര ഗ്രോത്ത് ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ടെന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഈ പർച്ചേസസ് മാനുഫാക്ചറിങ് ഇൻഡെക്സ് വരുന്നത്. പ്രധാന കമ്പനീസിന്റെ ഇതിന്റെയൊക്കെ മാനേജർമാരായിട്ടുള്ള ഒരു ഡിസ്കഷന് ശേഷം. സോ നമുക്കറിയാം 50ക്ക് മുകളിലുള്ള 50 ആണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിൽക്കുന്നത്. 50ക്ക് മുകളിൽ പോവാം, 50ക്ക് താഴെ വരാം. 50ക്ക് താഴെ വരികയാണെങ്കിൽ മാർക്കറ്റും ഇത് മൊത്തം ഷ്രിങ്ക് ചെയ്യാണ്. 50ക്ക് മുകളിൽ വരികയാണെങ്കിൽ ഗ്രോത്ത് ആണെന്ന് പറയുന്നത്. 50 തന്നെയാണെങ്കിൽ ന്യൂട്രൽ. സോ ഇന്ത്യയുടെ സ്റ്റാൻസ് കഴിഞ്ഞ കുറേ നാളായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഇന്ത്യ ഇതിൽ നോക്കുകയാണെങ്കിൽ 50 ഉണ്ടെങ്കിൽ ഔട്ട്പുട്ട് ഹാസ് സർവൈഡ്. ഇന്ത്യസ് റീഡിംഗ് ആദ്യം 57.5 ആയിരുന്നു, നല്ല റീഡിംഗ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ 57 56.5 ആയിട്ട് ഇത് കുറഞ്ഞിട്ടുണ്ട്. സോ എങ്ങനെ നോക്കിയാലും 50ന് മുകളിലുണ്ടെങ്കിൽ മാർക്കറ്റ് റൈസിലാണ് നിൽക്കുന്നത്. പ്രൊഡക്ഷനും മാനുഫാക്ചറിങ് ഒക്കെ റൈസിലാണ് നിൽക്കുന്നത്. പക്ഷേ ഇതിനകത്ത് സംഭവം എന്ന് വെച്ചാൽ മാനുഫാക്ചർഡ് പ്രൊഡക്റ്റിന് ഡിമാൻഡ് കുറഞ്ഞു എന്നാണ് അവർ പറയുന്നത്. മാനുഫാക്ചർഡ് പ്രൊഡക്ട്സിന് ഡിമാൻഡ് കുറഞ്ഞു പോയി എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ബിസിനസ് ഹൗസിന് ഇൻപുട്ട് കോസ്റ്റ് വളരെയധികം കൂടി. ഇൻപുട്ട് കോസ്റ്റ് ബിസിനസ് കമ്പനികൾക്ക് വളരെയധികം കൂടി. ഇൻപുട്ട് കോസ്റ്റ് കൂടുമ്പോൾ ഡെഫിനറ്റ്ലി അവർ പ്രൈസ് കൂട്ടുമല്ലോ. ഞാൻ ചെയർ ഉണ്ടാക്കുന്ന ആളാണ്, എനിക്ക് ചെയർ ഉണ്ടാക്കാൻ വുഡ് വേണം. വുഡിൻ്റെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ ഞാൻ സ്വാഭാവികമായിട്ടും ചെയറിൻ്റെ പ്രൈസ് കൂട്ടും. അപ്പോൾ ഇൻപുട്ട് എന്ന് പറയുമ്പോൾ ബേസിക് ഇൻപുട്സ് വില കൂടിക്കഴിഞ്ഞാൽ അതും വില കൂടുമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് സെല്ലിംഗ് പ്രൈസും കൂടും. 11 വർഷത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ സെല്ലിംഗ് പ്രൈസ് കൂടിയ വർഷം കൂടാണെന്ന് പറയുന്നുണ്ട്. കാരണം ഇൻപുട്ട് കോസ്റ്റ് വളരെയധികം കൂടിപ്പോയി. സോ ഫൈനൽ സെല്ല് ചെയ്യുന്ന പ്രൈസും കൂട്ടി വെക്കും. ഞാൻ സാധാരണ 100 രൂപയ്ക്കാണ് എൻ്റെ ചെയർ വെക്കുന്നത്. പക്ഷേ എനിക്ക് വുഡിൻ്റെ വില കൂടി. അപ്പോൾ ഞാൻ 100 രൂപ മാറ്റി ഞാനിപ്പോൾ 500 രൂപയ്ക്കാണ് വെക്കുന്നത്. കാരണം എനിക്ക് കോസ്റ്റ് താങ്ങാൻ പറ്റുന്നില്ല. അതും ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഫാക്ടറീസിൻ്റെ കയ്യിലെല്ലാം കൂടുതൽ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് എത്തിയിട്ടുണ്ട്. ഇതുവരെ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് കിട്ടാത്ത ആൾക്കാർക്ക് അത്രയും ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ഫാക്ടറീസിലും ബിസിനസ് ഹൗസിലും ഇങ്ങനെ കിടപ്പുണ്ട്. സോ ഡെഫിനറ്റ്ലി ഇത്രയും സാധനം ഇവിടെ ഫിനിഷ് ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമുണ്ടോ? മാർക്കറ്റിൻ്റെ ഡിമാൻഡ് അനുസരിച്ചിട്ടല്ലേ നമുക്കിത് വരും. ഇപ്പം ഞാൻ 1000 അല്ലെങ്കിൽ 10 ലക്ഷം പ്രൊഡക്ട്സ് ഞാൻ എൻ്റെ പ്രൊഡക്റ്റിലുള്ള കമ്പനിയുടെ സാധനം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ മാർക്കറ്റിൽ നിന്ന് ഈ 10 ലക്ഷത്തിന് ഡിമാൻഡ് ഇല്ലെങ്കിൽ ഇത് ആർക്കും വേണ്ടെങ്കിൽ ഈ 10 ലക്ഷം അവിടെ തന്നെ കെട്ടിക്കിടക്കും. മാർക്കറ്റിന് ഡിമാൻഡ് വേണ്ടേ? ഡിമാൻഡ് വേണമെങ്കിൽ മാർക്കറ്റിൽ ഇത് ആരെങ്കിലും വാങ്ങിക്കാൻ തോന്നണ്ടേ? അവരുടെ കയ്യിൽ പൈസ വേണ്ടേ? ഇതൊക്കെ ഇന്റർ കണക്റ്റഡ് ആണ് കേട്ടോ ഇതിൻ്റെ എക്കണോമിക്സ്. അപ്പോൾ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ഒരുപാട് വന്ന് കിടപ്പുണ്ട്. പക്ഷേ ഇത് വാങ്ങിക്കാൻ ആൾക്കാർക്ക് ഡിമാൻഡ് ഉണ്ടോ, പൈസ ഉണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. അപ്പോൾ നമ്മളിൽ മനസ്സിലാക്കേണ്ടത് PMI ഇന്ത്യയുടെ 57 എന്നുള്ളത് 56ലേക്ക് കുറഞ്ഞിട്ടുണ്ട്. അപ്പോഴും ഇന്ത്യ ഈസ് ഡൂയിങ് ബെറ്റർ. 50ക്ക് മുകളിലുണ്ടെങ്കിൽ ഗ്രോത്ത് തന്നെയാണ് കാണിക്കുന്നത്. PMI പർച്ചേസസ് മാനേജേഴ്സ് ഇൻഡെക്സ് എല്ലാ മാനേജേഴ്സിനടുത്തും ചോദിച്ചിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ എന്ന് പറയുന്നത് അദാനിയുടെ ഒരു ഇഷ്യൂ ആണ്. ബാംഗ്ലാദേശ് ഹാവ് പവർ പർച്ചേസ് ഫ്രം അദാനി. അദാനി ഭയങ്കര പ്രശ്നത്തിലാണല്ലോ. ഇപ്പോൾ അദാനിയും ബാംഗ്ലാദേശ് ഗവൺമെൻറ്റും തമ്മിൽ ഒരു പ്രധാന എഗ്രിമെൻ്റ് ഉണ്ട്. അതായത് എഗ്രിമെൻ്റ് അനുസരിച്ചിട്ട് അദാനി ഇവർക്ക് ബാംഗ്ലാദേശിന് പവർ കൊടുക്കും. അങ്ങനെ പവർ കൊടുത്തതിൽ
ബംഗ്ലാദേശ് ഇപ്പൊ പറയുന്നത് എന്താന്ന് വെച്ചാൽ അദാനി തരുന്ന പവറിന്റെ വില ഭയങ്കര ഹൈയാ, ഭയങ്കര കൂടിയ പൈസക്കാണ് അദാനി പൈസ നമുക്ക് പവർ തരുന്നത്. ഇമാജിൻ നമ്മൾ 100 യൂണിറ്റ് ആണെന്ന് വിചാരിക്കുക, എക്സാമ്പിൾ 100 യൂണിറ്റ് പവർ നമ്മൾ വാങ്ങിക്കുന്നുണ്ട്, ഭയങ്കര പൈസയാണ് ചാർജ് ചെയ്യുന്ന അദാനി എന്നാണ് ഇപ്പൊ ബംഗ്ലാദേശ് പറയുന്നത്. അപ്പൊ ഈ പൈസ സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പൊ ബംഗ്ലാദേശ് പറയാൻ ഞങ്ങൾക്ക് 100 വേണ്ട, 50 യൂണിറ്റ് തന്നാൽ മതി എന്നല്ലേ. ദേ ഹാവ് ഹാഫ് ദ പർച്ചേസ്, അതാണ് ഹാഫ് പർച്ചേസ്, ഇത്രയും വേണ്ട. അപ്പോഴും അദാനി പറയുന്നുണ്ട് ബംഗ്ലാദേശ് ഒരുപാട് പൈസ തരാനുണ്ട്, അത്രയും കടം തിരിച്ചു കൊടുക്കാനുണ്ട്. അപ്പൊ ഇതും ഇങ്ങനത്തെ ഒരു ആർട്ടിക്കിളാണ്. അപ്പോൾ ബംഗ്ലാദേശും അദാനിയും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ്, ഗവൺമെന്റും ഒരു പ്രൈവറ്റ് കമ്പനിയും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ് ഇതിൽ കാണുന്നത്. പിന്നെ ചെറിയൊരു വാർത്തയാണ്, ഗവൺമെന്റ് സ്ക്രാപ്സ് വിൻഫോൾ ടാക്സ് ഓൺ ഡൊമസ്റ്റിക് ക്രൂഡ് ഓയിൽ. എന്താണ് ഇതിനകത്ത് കാണേണ്ടത്? അപ്പൊ നമുക്ക് ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കണം. ബേസിക്കലി എന്താണ് വിൻഫോൾ ടാക്സ് എന്നും കൂടെ മനസ്സിലാക്കണം. എന്താണ് ഈ വിൻഫോൾ ടാക്സ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ക്ലാരിറ്റിയിൽ മനസ്സിലാക്കാം. ഗവൺമെന്റ് ഇടയ്ക്കൊരു കാര്യം ചെയ്തായിരുന്നു, അതായത് വേറൊന്നുമല്ല, ഈ ഒരു എക്സ്ട്രാ ഇൻകം കൊണ്ടുവച്ചു. അതായത് ഈ ഓയിൽ, ഞാൻ മനസ്സിലാക്കും, ഒരു ഓയിൽ കമ്പനിയാണെന്ന് വിചാരിക്കാം. നമ്മളൊരു ഓയിൽ കമ്പനിയാണ്, നമുക്ക് ഓൾറെഡി ഒരു പ്രോഫിറ്റ്, നമുക്ക് ഇവിടെ നിന്ന് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, നമുക്ക് അത്യാവശ്യം പൈസ കിട്ടുന്നുണ്ട്. പക്ഷേ എൻ്റെ ഓയിൽ കമ്പനിയുടെ പേര് എ എന്നാണ്. പക്ഷേ ഗ്ലോബൽ പ്രൈസസ്, ഇപ്പുറത്തെ സൈഡ് നോക്കിയാൽ മതി, ഗ്ലോബൽ പ്രൈസസ് മാറണം, ഓയിലിൻ്റെ കൂടുകയാണ്, ഗ്ലോബൽ പ്രൈസസ് കൂടുകയാണ്, ഭയങ്കര ഹൈ ആവാണ്. അപ്പോൾ ഓൾറെഡി മാർക്കറ്റിൽ ഭയങ്കര വില ഉണ്ട്. അപ്പോൾ എനിക്ക് സാധാരണ കിട്ടുന്നത് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 100 രൂപയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഗ്ലോബൽ പ്രൈസസ്, ഓയിലിൻ്റെ എണ്ണ അല്ലെങ്കിൽ എണ്ണയുടെ ഗ്ലോബൽ പ്രൈസസ് കൂടിയപ്പോൾ എനിക്കിപ്പോൾ വരുന്ന വരുമാനം മൊത്തത്തിൽ എനിക്ക് വരുന്ന വരുമാനം 100 അല്ല, എനിക്കിപ്പോൾ 500 രൂപ വരുമാനം കിട്ടുന്നുണ്ട്, 400 രൂപ അധികം കിട്ടി തുടങ്ങി. അപ്പോൾ ഗവൺമെന്റ് വിചാരിച്ചു, ഇങ്ങനെ ഓയിൽ കമ്പനികളെല്ലാം കോടികൾ ലാഭം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഗവൺമെന്റ് വിചാരിച്ചു, വിൻഫോൾ ടാക്സ് എന്ന് പറയുമ്പോൾ എക്കണോമിക്സ് തന്നെ എങ്ങനെയാണ്, നമ്മൾ പെട്ടെന്ന് എന്താ പറയുക, വിചാരിച്ചിരിക്കാത്ത സമയത്ത് നമുക്ക് പൈസ കിട്ടും. ലോട്ടറി ഒരു വിൻഫോൾ മണിയാണ്, നമുക്ക് കാസിനോയിൽ കളിക്കുന്ന പൈസ, ഇതൊക്കെ ചൂതാട്ടം എന്നൊക്കെ പറയും, നമുക്ക് അങ്ങനെ കിട്ടുന്ന പൈസ. അപ്പൊ ഇങ്ങനെ 100 രൂപ പ്രോഫിറ്റ് വാങ്ങിച്ച കമ്പനികൾ 400 രൂപ വാങ്ങിച്ചപ്പോൾ ഗ്ലോബൽ പ്രൈസസ് ഹൈ ആയിരുന്നപ്പോൾ ഗവൺമെന്റ് പറഞ്ഞു, അങ്ങനെ പ്രോഫിറ്റ് എടുത്താൽ നല്ലതല്ലല്ലോ, നമ്മളൊരു വിൻഫോൾ ടാക്സ് കൊണ്ടുവരാന്നല്ലേ. നിങ്ങൾക്കൊരു വിൻഫോൾ ടാക്സ് അടിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് കിട്ടുന്ന കുറച്ച് ടാക്സിന്റെ, നിങ്ങൾക്ക് കിട്ടുന്ന പൈസ ഞങ്ങൾ ടാക്സ് ചെയ്യാൻ പോവാണ്, അത് ഗവൺമെന്റിലേക്ക് അടച്ചോളാൻ പറഞ്ഞു. കാരണം ഞങ്ങൾക്ക് പൈസ ആവശ്യമുണ്ട്, ഗവൺമെന്റിന് പൈസ വേണമല്ലോ, ഞങ്ങൾക്ക് സബ്സിഡി കൊടുക്കണം, LPGക്ക് ആൾക്കാർക്ക് പൈസ കൊടുക്കണം, കർഷകർക്ക് മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുക്കണം, ഗവൺമെന്റ് പൈസ ആവശ്യമുണ്ട്. അപ്പം ഇങ്ങനെയാണ് വിൻഫോൾ ടാക്സ് വന്നിരുന്നത്. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നോക്കുമ്പോൾ ഈ ഗ്ലോബൽ പ്രൈസസ് കൂടി നിന്നത് ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഇവർക്ക് ആ ടാക്സ് ഇല്ല, ഇവർക്ക് ആ പ്രോഫിറ്റ് ഇല്ല. അപ്പോൾ ഗവൺമെന്റ് പറയാണ്, ഞങ്ങൾ ഇനി മുതൽ നിങ്ങൾക്ക് എന്തായാലും ലാഭമൊന്നുമില്ല, ഈ വിൻഫോൾ ടാക്സ് തൽക്കാലത്തേക്ക് ക്രൂഡ് ഓയിലിൽ ഞങ്ങൾ എക്സ്പോർട്ടിലും ഫ്യൂവൽസിലൊക്കെ ഞങ്ങൾ കുറയ്ക്കാം, തൽക്കാലം ആ ടാക്സ് വേണ്ട. സോ ഐ തിങ്ക് ഐ ഹവ് ലോസ്റ്റ് മൈ പവർ. ഐ തിങ്ക് let me try to connect it. One second. പവർ പോകുമ്പോൾ വലിയ ഡിഫിക്കൽട്ടാണ് അത് റീകണക്ട് ചെയ്യാനല്ല. സോ ലെറ്റ് മീ കംപ്ലീറ്റ്ലി ഷട്ട് ഓഫ്. ലെറ്റ് മീ സ്വിച്ച് ഓൺ മൈ ഹോട്ട്സ്പോട്ട് ആൻഡ് ലെറ്റ്സ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പവർ വരുമ്പോഴേക്കും നിങ്ങൾക്ക് പഠിച്ചാൽ പോരെ, എന്നെ കാണുന്നതിനെക്കാട്ടും കൂടുതൽ നിങ്ങൾക്ക് കണ്ടാൽ മതി എന്ന് വിചാരിക്കുന്നു. പവർ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ റീകണക്റ്റഡ് ആവും. സോ ഞാൻ എന്തായാലും സ്റ്റോപ്പ് ചെയ്യുന്നില്ല, നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാം. കാരണം എന്താണെന്ന് വെച്ചാൽ ലെറ്റ്സ് കംപ്ലീറ്റ് ദ ടോപ്പിക്, ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. സോ ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്, അങ്ങനെ വിൻഫോൾ ടാക്സ് വേണ്ടാന്ന് പറഞ്ഞു. ആ വിൻഫോൾ ടാക്സ് വേണ്ടാന്ന് പറഞ്ഞപ്പോഴാണ്, ഐ തിങ്ക് ഇറ്റ്സ് കമ്മിങ്, വിൻഫോൾ ടാക്സ് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഇത് ബെനിഫിറ്റ് ചെയ്യാൻ പോകുന്ന ഒരുപാട് കമ്പനീസിനുണ്ട്. ഓയിൽ നാച്ചുറൽ ഗ്യാസ് കമ്പനി, അതേപോലെ ഓൾറെഡി ഇവിടെ ഓയിൽ ഫംഗ്ഷൻ ചെയ്യുന്ന കുറേ കമ്പനീസ് ഉണ്ട്. ഇവർക്കെല്ലാം ഭയങ്കര അധികം ബെനിഫിറ്റ് വരും. കണ്ടോ, വിൻഫോൾ ടാക്സ്, ഇന്ത്യ ഇമ്പോസ് വിൻഫോൾ ടാക്സ് ഫസ്റ്റ് ഇൻ 2022, സൂപ്പർ നോർമൽ പ്രോഫിറ്റ്സ് ഓഫ് എനർജി കമ്പനീസ്. അപ്പോൾ അതാണ് ഇതിനകത്ത് പറയുന്നത് കൂടുതൽ. ഓക്കെ, സോ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ആ പോയിന്റ് ഇസ് വെൽ ടേക്കൺ ഹിയർ. സോ നൗ ലെറ്റ്സ് one second. യെസ്, ഇറ്റ്സ് കണക്റ്റഡ് ആയിട്ടുണ്ടല്ലോ. ലെറ്റ്സ് മൂവ് ഫോർവേഡ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്, ലെറ്റ്സ് ഗോ ടു ദാറ്റ്. ഇത് നമ്മൾ നോക്കി. പിന്നെ അടുത്തത് NBFC, എക്കണോമിക്സിൻ്റെ ഒരു ചെറിയ ആർട്ടിക്കിൾസ് ആണ്. NBFC നിങ്ങൾക്കറിയാം, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ബാങ്കുകളല്ലാത്തതാണ്. അപ്പോൾ ഈ ബാങ്കുകളല്ലാത്ത ഇവരെ ലോൺ കൊടുക്കുമ്പോൾ ഇതിനകത്ത് പറയുന്നുണ്ട്, പേഴ്സണൽ ലോൺ കൊടുക്കുമ്പോൾ അൺസെക്യൂർഡ് ലോൺ കൊടുത്തിട്ട് ഒരുപാട് പണി കിട്ടിയെന്നാണ് പറയുന്നത്. കാരണം അൺസെക്യൂർഡ് ലോൺ എന്ന് പറയുമ്പോൾ
നമ്മൾ ലോൺ, നിങ്ങൾക്കൊരു 6 ലക്ഷം രൂപ ലോൺ തരികയാണ്, ഒരു കൊളാറ്ററലും ഇല്ല. അതായത് കൊളാറ്ററൽ ഇൻ സെൻസ് നമ്മുടെ ഒരു പ്രോപ്പർട്ടിയോ വീടോ ആധാരമോ ഒന്നും ഇല്ലാതെ, ഒരു സെക്യൂരിറ്റി ഇല്ലാതെയാണ് നിങ്ങൾക്ക് തരുന്നത്, 6 ലക്ഷം തരുന്നത്. പക്ഷേ ഈ 6 ലക്ഷം രൂപ അടച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ അൺസെക്യൂർഡ് ലോൺസ് NBFC കൊടുത്തതും മൈക്രോ ഫിനാൻസ്, നമ്മൾ ചെറിയ ചെറിയ സംഘങ്ങൾക്കും അല്ലെങ്കിൽ SHGക്കൊക്കെ ചെറിയ ചെറിയ ലോൺ കൊടുക്കില്ല ആൾക്കാർക്കൊക്കെ, സ്ത്രീകൾക്കൊക്കെ, NGOയിലുള്ള ആൾക്കാരും SHGയിലുള്ള ആൾക്കാർക്കൊക്കെ ചെറിയ ചെറിയ ലോൺ കൊടുക്കുന്ന മൈക്രോ ഫിനാൻസ്, അതൊന്നും തിരിച്ചടയ്ക്കുന്നില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പൈസയൊന്നും അടയ്ക്കാതെ വരുമ്പോൾ NBFC സ്ട്രഗിൾ ചെയ്യാണ്. NBFC എന്ന് പറയുമ്പോൾ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി, ഇത് കമ്പനീസ് ആണ്. ഇത് ബാങ്ക് അല്ല. ബാങ്ക് അല്ലാത്ത NBFC അവരും ലോൺ കൊടുക്കുന്നുണ്ടല്ലോ. RBIയുടെ റെഗുലേഷനിൽ തന്നെ അവർക്കും ലോൺ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് ഭയങ്കര ഡിഫിക്കൽട്ട് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ബാങ്കിന് ഇത് വളരെയധികം കൺസേൺ ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിലൊരു ചോദ്യം കൂടെ ഉണ്ട്, വാട്ട് ഈസ് ഓം? പരീക്ഷയ്ക്ക് ചോദിക്കാം, വാട്ട് ഈസ് അസറ്റ്സ് അണ്ടർ മാനേജ്മെന്റ്? എന്താണ് ഈ ഓം എന്ന് പറയുന്നത്? ഇവിടെ ബാങ്ക് എത്രയാണ് അവരുടെ ഓം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് അവർ ഹോൾഡ് ചെയ്യുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു പോർട്ട്ഫോളിയോ മാനേജർ ആണെന്ന് വിചാരിക്കാം. എനിക്ക് 5 കമ്പനിയുണ്ട്, ABCD. ഞാനൊരു കമ്പനി, അപ്പോൾ എൻ്റെ പേര് തന്നെ എടുക്കാം, അർജുൻ എന്ന് പറയുന്ന ഞാൻ എൻ്റെ ഒരു കമ്പനി ഓൺ ചെയ്യുന്നുണ്ട്. ഞാനാണ് ഇവിടെ മാനേജ് ചെയ്യുന്നത് വെച്ചത്. അപ്പോൾ എക്ക് ഞാൻ അവരുടെ ആ കമ്പനിയുടെ ഏകദേശം 10 കോടി രൂപ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, ബിയുടെ 30 കോടി രൂപ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, സിയുടെ 10 കോടി ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, ഡിയുടെ 10 കോടി ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനെന്ന് പറയുന്ന വ്യക്തി, എൻ്റെ കമ്പനി അർജുൻ ഇങ്ക് ലിമിറ്റഡ്, അർജുൻ ലിങ്ക് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി മൊത്തത്തിൽ നോക്കുമ്പോൾ 10+30, 40+10, 50, 50+10, 60. എൻ്റെ ഓം എന്ന് പറയുന്നത്, അസറ്റ് അണ്ടർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് 60 കോടി രൂപയാണ് ഞാൻ മാനേജ് ചെയ്യുന്നത്. ഐ ഹോപ്പ് യു ഗോട്ട് ദിസ് പോയിന്റ്. ഇത് പല കോണ്ടെക്സ്റ്റ് ഉപയോഗിക്കും. സോ ഓം എന്ന് പറയുമ്പോൾ, അസറ്റ്സ് അണ്ടർ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എൻ്റെ പല സോഴ്സിൽ നിന്നാണ്, എൻ്റെ 4 സോഴ്സിൽ നിന്നും ഞാൻ 30, 40, ഇവിടെ തന്നെ 40ആയി, 50, 60 കോടി രൂപയാണ് എൻ്റെ ഓം. ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് മൈ അസറ്റ്സ് അണ്ടർ മാനേജ്മെന്റ് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന പോയിന്റ്. അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ ഓം എന്നുള്ളതും കൂടെ നമുക്ക് മനസ്സിലാക്കണം. സോ അതും ഒന്ന് ഓർത്ത് വെക്കാം. സോ അതാണ് മെയിനായിട്ടുള്ള കാര്യം. ഇതിലും പറയുന്നുണ്ട്, RBI ഇനി വരാൻ പോകുന്ന മീറ്റിംഗ്, റിസർവ് ബാങ്കിന്റെ മോണിറ്ററി പോളിസി കമ്മിറ്റിങ്ങിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമെന്നാണ് പറയുന്നത്. ഞാൻ ഓൾറെഡി പഠിപ്പിച്ചിട്ടുണ്ട്. റിപ്പോ റേറ്റ് കുറച്ചാലുള്ള ബെനിഫിറ്റ് നിങ്ങൾക്കറിയാം. കുറയ്ക്കും എന്ന് നൊമൂറ എന്ന് പറഞ്ഞ വേറെ ഒന്നുമല്ല, അതൊരു തിങ്ക് ടാങ്ക് ആണ്, ഒരു ഏജൻസിയാണത്. നൊമൂറ എന്ന് പറഞ്ഞൊരു ഏജൻസിയാണ്, അത്രയും മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ബിസിനസ് വാർത്തകൾ. ഓക്കെ, പിന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം, ആസ് യൂഷ്വൽ ഇതിനകത്ത് നമ്മൾ കാണേണ്ടത്, ജോർജിയ പ്രൈം മിനിസ്റ്റർ വോസ് നോ നെഗോസിയേഷൻ അമിഡ് മാസ്റ്റ് പ്രോ EU ഡെമോൺസ്ട്രേഷൻ. ജോർജിയ യൂറോപ്യൻ യൂണിയനിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ മാപ്പ് ചെക്ക് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വേർ ഇസ് ജോർജിയ എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ യു ഷുഡ് നോ വേർ ഇസ് ജോർജിയ എന്നുള്ളതും കൂടെ മനസ്സിലാക്കണം. യൂറോപ്യൻ യൂണിയൻ എന്താണ് അതിൽ ചേരാൻ നോക്കുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ലെബനൻ ക്ലെയിം ഇസ്രായേൽ വയലേറ്റഡ് ട്രൂസ്, കിൽ 2 in എയർ സ്ട്രൈക്ക്. ഇത് വലിയൊരു നെഗറ്റീവ് വാർത്തയാണ്. കാരണം ഓൾറെഡി ട്രൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി സീസ് ഫയർ ചെയ്തതാണ്. ഇസ്രായേലും ലെബനനും തമ്മിൽ ഇനി യുദ്ധം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടും ലെബനൻ പറയുന്നുണ്ട് ഇസ്രായേൽ എയർ സ്ട്രൈക്ക് നടത്തി എന്നാണ് പറയുന്നത്. സോ അത് ശരിയായിട്ടൊരു രീതി അല്ല. ഇനി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തിരിച്ച് അവർ ഇനി അറ്റാക്ക് ചെയ്യും. സോ നല്ലൊരു വാർത്തയായിട്ടാണ് നമ്മളതിനെ കണ്ടത്. ലെബനനും ഇസ്രായേലും തമ്മിൽ നല്ല പീസ്ഫുൾ ചർച്ച നടക്കുന്നുണ്ട്. സോ ഇനിയും അതൊരു വലിയ ചലഞ്ച് ആയിരിക്കും. നേപ്പാൾ ഗവൺമെന്റ് ആക്സെപ്റ്റ്സ് $20 million ഗ്രാൻഡ് അസിസ്റ്റൻസ് ഫ്രം ചൈന. $20 million ചൈന കൊടുത്തിട്ടുണ്ട്. സോ എഗെയിൻ ഇങ്ങനെ ഓരോ രൂപ കൊടുക്കുമ്പോഴും ചൈന ഇന്ത്യക്ക്, നമുക്കിവിടെ അറിയാം, നേപ്പാൾ എന്ന് പറയുമ്പോൾ ഈ ഒരു സ്ട്രെച്ച് ഇവിടെ കിടക്കുകയാണെന്ന് വിചാരിച്ചു. ഇവിടെ ചൈന വന്ന് ഇവിടെ നിന്ന് ഫണ്ട് ചെയ്യുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് നേപ്പാൾ അങ്ങനെ വലിയ സപ്പോർട്ടൊന്നും അങ്ങനെ ഭയങ്കര രാജ്യമൊന്നും അല്ലല്ലോ എക്കണോമിക്കലി. ഇപ്പോഴത്തെ സൈഡിൽ ഇന്ത്യ ഉണ്ട്. സോ വാട്ട് ഹാപ്പൻസ് ഇസ്, ട്രഡീഷണലി തൊട്ട് നമുക്കറിയാം ഇന്ത്യ നേപ്പാൾ പണ്ട് നമ്മുടെ ഭാഗം തന്നെ ആയിരുന്നല്ലോ. നമ്മൾ വളരെ വേണ്ടപ്പെട്ട ഒരു പാർട്ട് തന്നെയായിരുന്നു. അപ്പോൾ ഇന്ത്യയാണ് എപ്പോഴും ട്രഡീഷണലി ഹിസ്റ്റോറിക്കലി നേപ്പാളിനെ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഈയിടെയായിട്ട് ചൈന നേപ്പാളിനെ കഴിഞ്ഞ് കുറേ നാളായിട്ട് സപ്പോർട്ട് ചെയ്യുമ്പോഴും ഒബ്വിയസ്ലി ഇന്റർനാഷണൽ പ്രഷർ ഇന്ത്യക്ക് മേളിലാണ്. കാരണം എന്താ, നേപ്പാൾ കൂടുതൽ സ്നേഹം, കൂടുതലും അലീജിയൻസും ചൈനയോട് കാണിക്കും. കൂടുതൽ പൈസ അവരല്ലേ കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്താൽ നാളെ നേപ്പാളിന് നമുക്കിതിനകത്ത് വിട്ടോ, നേപ്പാൾ ഇവിടെ പോട്ടെ, ചൈന ഇവിടെ നിന്നോട്ടെ. നാളെ ഇന്ത്യ ചൈന ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഇന്ത്യ നേപ്പാളിന് വളരെ അടുത്ത് നിൽക്കുകയാണ്. നേപ്പാളിന് വേണമെങ്കിൽ, ചൈനയ്ക്ക് വേണമെങ്കിൽ നേപ്പാളിന് ഇന്ത്യക്കെതിരെ തിരിക്കാം. ബിക്കോസ് പൈസ കൊടുക്കുന്നതുകൊണ്ട് ചൈന പറയുന്ന കേൾക്കുമല്ലോ ഇവർ. അങ്ങനെ ഇന്ത്യയുടെ അടുത്തുള്ള ഇവർ, ചൈനത് മാത്രമല്ല, ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ചുറ്റും ചൈന ഇസ് എൻസർക്കിളിങ് ഇന്ത്യ എന്ന് പറയുന്ന പോലെ എവിടെയൊക്കെ കൊടുക്കാൻ പറ്റും. പാകിസ്ഥാനിൽ കൊണ്ട് ചൈന പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ചൈനയുടെ ടിബറ്റിൻ്റെ ഭാഗത്ത് അവിടെ ഉണ്ട്.
ഓൾറെഡി ഇപ്പോഴത്തെ സൈഡിലേക്കുള്ള ഇതേപോലെ ഓൾറെഡി നേപ്പാൾ ഭൂട്ടാൻ ഇവിടെ കൊണ്ടുപോകുന്നുണ്ട്, ശ്രീലങ്കയിൽ പൈസ കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ബോർഡറിന് ചുറ്റും ചൈന ഒരു തരത്തിൽ ഒരു സർക്കിൾ ഇട്ടിട്ടുണ്ട്. അടുത്തുള്ള എല്ലാവർക്കും പോയി പൈസ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട കാര്യം ഓർത്തു വയ്ക്കുക. പിന്നെ പ്രധാനപ്പെട്ടത് അമേരിക്കൻ വാർത്തയും ഇത് മാത്രമല്ല, ഗാസ സിറ്റുവേഷൻ ഇസ് അപ്പോളിംഗ്, അപ്പോകാലിപ്റ്റിക് UN ചീഫ്. ഗാസയിലത്തെ അവസ്ഥ ഓരോ ദിവസം കഴിയുമ്പോഴും മോശമായി വരികയാണ്. സോ അതിനെക്കുറിച്ചാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വാർത്ത വരുന്നത്. പിന്നെ തായ്വാൻ പ്രസിഡന്റ് ഡിസ്കസ് ചൈനീസ് ത്രെറ്റ്സ് വിത്ത് പെലോസി. യെസ്, ഐ തിങ്ക് ബാക്ക് ടു പവർ വന്നിരിക്കുകയാണ്. എന്തായാലും സെഷൻ അവസാനിക്കുന്നതിന് മുമ്പേ പവർ കിട്ടിയത് നന്നായി. സോ തായ്വാൻ പ്രസിഡന്റ് ഡിസ്കസസ്. സോ ഇതിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഇവിടെയും ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ തായ്വാൻ ഒരു സൈഡിലുണ്ട്, ചൈന ഒരു സൈഡിലുണ്ട്, ഇപ്പോഴത്തെ സൈഡിൽ USA ഉണ്ട്. തായ്വാനും ചൈന പറയുന്നത് തായ്വാൻ ചൈനയുടെ പാർട്ടാണെന്നാണ് പറയുന്നത്. പക്ഷേ ഈ സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഇവർ തമ്മിൽ ഒരു ഡിസ്പ്യൂട്ട് നിൽക്കുമ്പോൾ തന്നെ USA ചൈന അത്ര നല്ല ബന്ധമല്ല, കോമ്പറ്റീഷനാണ്. തായ്വാനെ USA സഹായിക്കണമല്ലോ, ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറയുന്ന പോലെ. തായ്വാൻ ഇത്രയും ഇന്ന് കണ്ടില്ല, എത്രയോ $1 ബില്യൺ അവർക്ക് വെപ്പൻസ് വാങ്ങിക്കാൻ പൈസ കൊടുത്തിരിക്കുന്നത്. ഇതൊരു ഇന്റർനാഷണൽ കൗണ്ടർ ബാലൻസിങ് ആണ്. സോ ദിസ് ഇസ് എ കൈൻഡ് ഓഫ് എ കൗണ്ടർ ബാലൻസിങ് വിച്ച് അമേരിക്ക US ഡസ് വിത്ത് ഓൾമോസ്റ്റ് ഓൾ ദ കൺട്രീസ്. They have their own interests, they have their own agendas, they make sure they keep it up. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതാണ് ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള വാർത്ത. ഇന്ന് ഒരുപാട് വാർത്തയുള്ള ദിവസമാണ്. ഐ തിങ്ക് ഐ ഹവ് കംപ്ലീറ്റഡ് ഓൾ ദോസ് തിങ്സ്. ആൻഡ് ഇനി ബാക്കിയുള്ള 4-ാം തീയതി വാർത്ത ഇമ്മീഡിയറ്റ്ലി പോസ്റ്റ് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച്. കീപ് ലിസ്ണിംഗ് ടു IAS Factor. കമൻറ്റ് ചെയ്യാം. ദിസ് ഇസ് അർജുൻ ആർ ശങ്കർ. താങ്ക് യു.